വൈഷ്ണവ ഭക്തന്മാരുടെയും പാദങ്ങളിൽ നമസ്കരിക്കുന്നു. നമുക്ക് ആരംഭിക്കാം. ആദ്യം ശ്രീമംഗളാചരണം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭാഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യ ഈശ്വരം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച. ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം. ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാനിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം തത്സത്. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ദിവസങ്ങളായി, കുറച്ചാഴ്ചകൾക്ക് മുമ്പ് നാം ജ്ഞാനവിജ്ഞാന യോഗം 7-ാം അധ്യായം നല്ലപോലെ വിസ്തരിച്ചു ഉപന്യസിച്ചു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ജ്ഞാനം, അറിവ്, സാധാരണ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഭൗതികമായിട്ടുള്ള അറിവിനെ ജ്ഞാനമെന്നും സകല സാങ്കേതിക വിദ്യകളെ കുറിച്ചുള്ള അറിവിനെ വിജ്ഞാനമെന്നും പറയുന്നു. പക്ഷെ നമ്മളെല്ലാം ഭഗവത്ഗീത വിദ്യാർത്ഥികളാണ്. ആധ്യാത്മികതയില് ഈ രണ്ടിനും വളരെയധികം അർത്ഥവത്തായിട്ടുള്ള പദമാണ് നിരുക്തം, അതുപോലെ തന്നെ അമരകോശം, അർത്ഥപത്തി തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളിലെല്ലാം വിശദീകരിക്കുന്നത്. ജ്ഞാനം എന്നാൽ ആധ്യാത്മിക ഗുരുവിൽ നിന്നും ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ നിന്നും സജ്ജനങ്ങളിൽ നിന്നും മാർഗദർശികളായിട്ടുള്ള ഭക്തന്മാരിൽ നിന്നും സത്സംഗത്തിൽ നിന്നുമെല്ലാം കിട്ടുന്ന ഒരു അറിവ്. ഈ യാതൊരു അറിവിനെ, അതായത് യാതൊന്ന് ഗ്രഹിച്ചാൽ പിന്നെ വേറൊന്നും അറിയേണ്ടതായിട്ടുള്ള ഈ ഒരു ജ്ഞാനത്തെ ആരാണ് സ്വന്തം ജീവിതത്തിൽ ആചരിച്ച് അനുഷ്ഠിച്ച് സ്വായത്തമാക്കുന്നത്? അതായത് ആദ്യം പറഞ്ഞത് സിന്തറ്റിക്കൽ നോളജ്, രണ്ടാമത് പറഞ്ഞത് തിയറട്ടിക്കൽ. നമ്മൾ അങ്ങനെയാണല്ലോ, തിയറിറ്റിക്കലും പ്രാക്ടിക്കലും. ഒരു കാര്യം നമ്മൾ രാവിലെ പഠിക്കുന്നു, ഉച്ചയ്ക്ക് കുട്ടികളെ ലാബിൽ കൊണ്ടുപോയിട്ട് അത് കാണിച്ചു കൊടുക്കുന്നു. അതുപോലെ തിയറിറ്റിക്കൽ എക്സ്പീരിയൻസിനെ ജ്ഞാനമെന്നും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിനെ വിജ്ഞാനമെന്നും പറയുന്നു. അങ്ങനെ ഭഗവാൻ രണ്ടും നല്ലപോലെ ഉപദേശിച്ചു. ഉപദേശത്തിന്റെ അവസാനത്തില് ഭഗവാൻ ഒരു ചെറിയൊരു വിദ്യ ഉപയോഗിച്ചു. ഭഗവാന്റെ ഒരു ശൈലി അത് എല്ലാ ആധ്യാത്മിക ആചാര്യന്മാരും കൊണ്ടു നടക്കുന്ന ഒരു വിദ്യയാണ്. ഭഗവാൻ പറഞ്ഞു, അല്ലയോ അർജുന, സാധിഭൂതാദി ദൈവം മാം സാധിയജ്ഞം ച യേ വിദുഹു പ്രയാണകാലെ അഭിച്ച തേ വിദുർയുക്തചേതസഃ. ഇപ്രകാരം യാതൊരു വ്യക്തിയാണ് എന്നെ സാധിഭൂതനെന്നും സാധിദൈവനെന്നും സാധിയജ്ഞനെന്നും അറിയുന്നത്, അവൻ മരണകാലത്തിലും എന്നെ മനസ്സിലാക്കും, മരണകാലത്തിലും അവൻ എന്നെ സ്മരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ ഒരു ചെറിയൊരു ഇരട്ട് കൊടുത്തതാണ്. തന്റെ ശിഷ്യൻ ആത്മാർത്ഥതയോട് കൂടിയിട്ടാണോ ഇതെല്ലാം ഗ്രഹിക്കുന്നത്, അത് വെറുതെ പ്രഹസനമായിട്ട് എല്ലാവരെയും കാണിക്കാനായിട്ട്? ഞാൻ എല്ലാ ക്ലാസ്സിലും കയറുന്നുണ്ട്, എനിക്ക് എല്ലാം അറിയാം,
ഞാൻ രാവിലെ 5 മണിക്ക് കയറുന്നതാണ് 10 മണി വരെ, എല്ലാതും എനിക്കറിയാം. അങ്ങനെ ഭാവിക്കുന്ന കുറെ വിദ്യാർത്ഥികളുണ്ട് നമ്മുടെ അവിടെ. എന്നാലോ ഒരു തത്വം അറിയില്ല, വെറുതെ ഒരു ഇതിനു വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിയാണോ അർജുനൻ എന്നറിയാനായിട്ട് ഭഗവാന് ഒരു ആഗ്രഹം ജനിച്ചു. കാരണം സർവവേദ വേദാന്ത സാര സർവസ്വമാണ് പറയുന്നത്. മുമ്പിലിരിക്കുന്ന ആളിനെ അപേക്ഷിച്ചായിരിക്കും ആ ഒരു പ്രഭാഷകന്റെ. ഇപ്പൊ നിങ്ങൾ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഹിരൺമയേന പാത്രേന സത്യസ്യാഭി ഹിതന്മുഖം ഭൂഷൺ അഭാവൃണു. നിങ്ങളുടെ മുഖക്കും കാണാനായിട്ട് ആഗ്രഹമുണ്ട്, പക്ഷെ കാണിച്ചു തരുന്നില്ല ഇവിടെ. അപ്പൊ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ആകാംക്ഷ അറിയാനുള്ള ആഗ്രഹം ഒരു അധ്യാപന, ഒരു ആചാര്യന് എപ്പോഴും ഉണ്ടായിരിക്കും. നിങ്ങൾ ഉറങ്ങുകയാണോ, വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിട്ട് വേറെ കാര്യങ്ങൾ ചെയ്യുകയാണോ, ചായ കുടിക്കുകയാണോ, ദോശ തിന്നുകയാണോ, അങ്ങനെയൊക്കെ നമുക്ക് വരും. അപ്പൊ മുമ്പിലിരിക്കുന്ന ആളുകൾ ഉറക്കം തൂങ്ങിയാൽ കഴിഞ്ഞ പ്രഭാഷകൻ വേഗം തന്നെ അവസാനിപ്പിക്കും. അതുപോലെ ഭഗവാൻ വിചാരിച്ചു ഉപസംഹരിക്കാം ഞാൻ പറഞ്ഞത്, ഇവന് വല്ല താല്പര്യം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇതുവരെ സംസാരിക്കാത്തൊരു വിഷയമാണ് പറഞ്ഞത്. അർജുനനില് ജിജ്ഞാസ ഉണ്ടാക്കുന്ന 2-3 പദങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാണ്? സാധിഭൂതം, അതായത് അതിദൈവം, അതിഭൂതം, അതിദൈവം, അതിയജ്ഞം, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇതൊന്നും അർജുനൻ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോ ജിജ്ഞാസുവായിട്ടൊരു വിദ്യാർത്ഥിയാണെങ്കിലോ ഇതിനെക്കുറിച്ച് ചോദിക്കും. അല്ല, പറഞ്ഞതെല്ലാം മതി, എനിക്ക് മതി, ബോറടിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ ഒന്നും ചോദിക്കില്ല. പക്ഷെ അർജുനൻ അങ്ങനെയല്ലായിരുന്നു. അർജുനൻ വളരെയധികം ജിജ്ഞാസുവാണ്. അതാതോ ബ്രഹ്മ ജിജ്ഞാസ. ഒരു ഭഗവത്ഗീത വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണമാണിത്. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞത് ഇദ്ദേഹത്തിന് മനസ്സിലായില്ല. ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ഭഗവത്ഗീത വിദ്യാർത്ഥി സടകുടഞ്ഞെഴുന്നേറ്റിട്ട് പറഞ്ഞു, അല്ലയോ ഭഗവാനെ, എനിക്കിതുപോലെ ആവാനായിട്ട് ആഗ്രഹമുണ്ട്. അങ്ങ് പറഞ്ഞിട്ടുള്ള ജ്ഞാനത്തെയും വിജ്ഞാനത്തെയും അല്ല, ഞാൻ സ്വായത്തമാക്കിയിട്ട് ആ പരമനിരപേക്ഷ സത്യമായിട്ടുള്ള ആ പരമപദത്തെ ഞാൻ പ്രാപിക്കും. പക്ഷെ അങ്ങിപ്പോ അവസാനം പറഞ്ഞുല്ലോ കുറച്ച് കാര്യങ്ങൾ, അതിനെ കുറിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ഭഗവാന് സന്തോഷായി. അങ്ങനെയാണല്ലോ ഒരു ക്ലാസ്സിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ വിദ്യാർത്ഥികളോട് അവസാനം ചോദിക്കും, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, മനസ്സിലായോ എന്ന്. എല്ലാവരും തലകുലുക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിൽ ചോദിക്കാൻ ഇവരാരും തന്നെ മിണ്ടില്ല. അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചോദിച്ചാലും മതി, ആരും മിണ്ടില്ല. അതായത് ശരിക്കും ഗ്രഹിച്ചിട്ടില്ല എന്ന് ചുരുക്കം. ചിലർക്ക് സഭാകമ്പമായിരിക്കും, ചിലർക്ക് ലജ്ജയായിരിക്കും, നാണായിരിക്കും, അപകർഷതാബോധമായിരിക്കും, അങ്ങനെ പല വിധത്തിലുണ്ട്. ചിലര് തന്നെക്കാളും കൂടുതൽ അറിവുണ്ടോ മുമ്പിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്നറിയാനായിട്ട് ചിലപ്പോൾ വേറെ കുസൃതി ചോദ്യങ്ങളോ വേറെ കുനിഷ്ഠ ചോദ്യങ്ങളൊക്കെ ചോദിക്കുക, അത് വേറെ കാര്യം. പക്ഷെ ഇവിടെ അർജുനൻ അങ്ങനെയല്ല. അർജുനൻ തന്റെ മനസ്സിലുള്ളതിനെ മുഴുവനായിട്ട് ഭഗവാനോട് പറഞ്ഞു. കാരണം എന്താണ്? ശരണം പ്രാപിച്ചതാണ്. ശിഷ്യതേ അഹം ഷാദിമാം ത്വാം പ്രപന്നം. എനിക്ക് ശ്രേയസ് ഉണ്ടാക്കുന്നത് എന്താണ്? ആ യാതൊന്നിനെ അങ്ങ് നിശ്ചിതമായിട്ട് പറഞ്ഞു തരണേ. കാരണം ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ച ശിഷ്യനാണ്. ഇനി അങ്ങയുടെ കയ്യിലാണ്. ശാസിച്ച് നല്ലപോലെ അടിച്ച് പഠിപ്പിച്ച് എന്നെ ആ ശ്രേയസ് മുക്തിയിലേക്ക് എന്നെ നയിക്കണമെന്ന് 2-ാം അധ്യായത്തിൽ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അർജുനൻ പറഞ്ഞു, അർജുനന്റെ ചോദ്യത്തോടു കൂടിയിട്ടാണ് അക്ഷരബ്രഹ്മയോഗം അഥവാ പരമപദപ്രാപ്തി എന്ന് പറഞ്ഞിട്ടുള്ള ഈ അധ്യായം ആരംഭിക്കുന്നത്. അർജുനന്റെ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. 7 ചെറിയ ചെറിയ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ശ്രീമദ് ഭാഗവതത്തിലും ആരംഭത്തിലും നമുക്ക് ഇപ്രകാരത്തിലുള്ള ചോദ്യങ്ങള് നൈമിഷാരണ്യത്തിൽ വെച്ച് മഹർഷിമാര് അവിടെ സൂതഗോസ്വാമിയോടും അതുപോലെ തന്നെ മറ്റുള്ളവരോടും ചോദിക്കുന്നതായിട്ട് കാണും. അപ്പൊ സംവാദം, ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് തെറ്റില്ല, പക്ഷെ നല്ലതായിരിക്കണം, നമുക്കും പ്രയോജനം ഉണ്ടായിരിക്കണം, മറ്റുള്ളവർക്കും പ്രയോജനം ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കണം നിങ്ങൾ എപ്പോഴും സഭകളിൽ വെച്ച് ചോദിക്കേണ്ടത്. ഇവിടെ അർജുനൻ ചോദിച്ചു, അർജുന ഉവാച തദ് ബ്രഹ്മ കിം അധ്യാത്മം കിം കർമ്മ പുരുഷോത്തമ അതിഭൂതം ച കിം പ്രോക്തം അതിദൈവം കിം ഉച്യതേ അതിയജ്ഞകദം കോത്ര ദേഹേസ്മിൻ മധുസൂദന പ്രയാണകാലേ ച കദം ജ്ഞേയോസി നിയഥാത്മഭിഃ. അലയോ ഗോവിന്ദ കേശവ മധുസൂദന, മധു എന്ന രാക്ഷസനെ സൂദനം ചെയ്തവനെ, വലിയൊരു രാക്ഷസൻ. എന്റെ മനസ്സില് സംശയമാകുന്ന രാക്ഷസൻ അതാ ഭീകര രൂപം പ്രാപിച്ചിരിക്കുന്നു. സംശയാത്മാ വിനശ്യതി, അങ്ങ് തന്നെ പറഞ്ഞിട്ട് സംശയാലു നശിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ എനിക്ക് നശിക്കാൻ ആഗ്രഹമില്ല. അതുകൊണ്ട് എന്റെ മനസ്സിലുള്ള സംശയമാകുന്ന രാക്ഷസനെ സൂദനം ചെയ്യവനെ, അവനെ ഇല്ലാതാക്കണം എന്ന് മധുസൂദന എന്ന പദത്തില് വളരെ വ്യക്തമായിട്ട് ആദ്യമേ തന്നെ സൂചന നൽകി. എന്നിട്ട് പറഞ്ഞു, കിം തത് ബ്രഹ്മ, ബ്രഹ്മം എന്താണ്? അങ്ങ് ബ്രഹ്മം എന്നൊക്കെ പറയുന്നുണ്ട്, ഞാൻ പഠിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ മറന്നുപോയിരിക്കുന്നു. ഒന്ന് എനിക്ക് നല്ലപോലെ പറഞ്ഞു തരണേ. അധ്യാത്മം കിം, എന്താണ് അധ്യാത്മം? കിം കർമ്മ, എന്താണ് ഫലോദിഷ്ട കർമ്മങ്ങള്? അങ്ങ് പറഞ്ഞല്ലോ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അത് കർമ്മഫലപ്രാപ്തി ഉണ്ടാക്കും, അത് നമ്മളെ വീണ്ടും വീണ്ടും ജനന മരണത്തിലേക്ക് നയിക്കും. അതെന്താണ്? എന്താണ് ഈ കർമ്മം? പുരുഷോത്തമ, പുരുഷന്മാരിൽ ഉത്തമനായവനെ, അങ്ങേക്കേത് അറിയുള്ളൂ. കാരണം എനിക്ക് മനസ്സിലായി അങ്ങ് സാധാരണ ഒരു പുരുഷനല്ല.
എന്നെ പോലുള്ളൊരു വ്യക്തിയല്ല, പുരുഷന്മാരിൽ വെച്ച് ഉത്തമനാണെന്ന് മനസ്സിലായി. പ്രസാദം വദനത്തിങ്കിൽ കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്കിൽ ഉള്ളവൻ ചേർന്നുള്ളവനെ പുരുഷോത്തമൻ എന്ന് പറയും. അപ്പോ എല്ലാ സദ്ഗുണങ്ങളോടും കൂടിയിട്ട് ജനിച്ചവനാണ്. ഇപ്പം മനസ്സിലായിട്ടില്ലേ ഭഗവാനാണെന്ന്? കാരണം 10, 11, 12 അധ്യായങ്ങളിലൊക്കെ ഇനി മനസ്സിലാവാൻ പോകണുള്ളൂ. പക്ഷെ മനസ്സിലായി, തന്റെ മുന്നിലിരിക്കുന്ന ഒരു വ്യക്തി സാധാരണക്കാരനല്ല, തന്റെ അമ്മായിയുടെ മകനാണ്, തന്റെ സമകാലീനനാണ്. എന്നിരുന്നാലും അദ്ദേഹത്തിന് നല്ല ഗുണങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടത് പെട്ടെന്ന് തന്നെ ഈ ഒരു സംവാദം കൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് അങ്ങനെ സംശയ നിവാരണം ചെയ്യാനായിട്ട് അങ്ങേക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതിഭൂതം കിം, എന്താണ് അതിഭൂതം? അതിദൈവം കിം, എന്താണ് അതിദൈവം? അതിയജ്ഞ, എന്താണ് അതിയജ്ഞൻ? മാത്രമല്ല അങ്ങ് പറഞ്ഞുല്ലോ കുറച്ചു മുമ്പ് കഴിഞ്ഞ അധ്യായത്തിന്റെ അവസാനം, ആരാണ് ഇപ്രകാരം എന്നെ അറിയുന്നത്? അവൻ മരണകാലത്തിലും എന്നെ സ്മരിക്കും എന്ന്. മരണം എന്ന് പറഞ്ഞു വെച്ചാൽ ഭീകരമായിട്ടൊരു അവസ്ഥയാണ്. എല്ലാവർക്കും അറിയാം. കൃതം സ്മര കൃതോസ്മര. നമ്മുടെ ജീവിതത്തിലെ നാം ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും കുറച്ച് സമയത്തിന്റെ ഉള്ളിൽ ഒരു വലിയൊരു സ്ക്രീനിൽ നിങ്ങളെ കാണിച്ചു തരും. അപ്പോ ചെയ്തിട്ടുള്ള തെറ്റുകളും നല്ലതും ചീത്തയും നമ്മൾ പലർക്കും പാര വെച്ചതും ഇതൊക്കെ നമ്മുടെ മുന്നിൽ കൂടെ അങ്ങനെ കടന്നു പോകും. അപ്പൊ നമുക്ക് വളരെയധികം വെപ്രാളുണ്ടാവും, ലജ്ജയുണ്ടാവും, കുറ്റബോധം ഉണ്ടാവും, പശ്ചാത്താപം ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം ആ സമയത്ത് നമുക്ക് വേറൊരു ചിന്തയും വരില്ല. അങ്ങ് പറയുന്നു മരണകാലത്തിലും എന്നെ ചിന്തിക്കാൻ കഴിയുന്നു. അതെങ്ങനെയാണ്? ജീവിച്ചിരിക്കുന്ന സമയത്ത് നല്ല അവസ്ഥയിൽ ഇരിക്കുമ്പോഴേ കഴിയുന്നില്ല, പിന്നെ പ്രകാരമാണ് അന്ത്യകാലത്തില് മലമൂത്ര വിസർജനം ചെയ്യാൻ, അല്ലെങ്കിൽ ഈ യമദൂതന്മാര് മറ്റുള്ളവരൊക്കെ വന്ന് നിൽക്കുന്ന സമയത്ത്, ചുറ്റും ബന്ധുമിത്രാദികളെല്ലാം വന്ന് കരയുന്ന സമയത്തൊക്കെ എങ്ങനെയാ അങ്ങയെ ഓർക്കാൻ പറ്റാന്ന്? ഭഗവാന് സന്തോഷമായി. ഭഗവാൻ പറഞ്ഞു, ഓ, നിന്നിൽ നിന്ന് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല അർജുന, നീ നല്ലപോലെ ശ്രദ്ധിക്കുന്നവനാണെന്ന് മനസ്സിലായി. ഇപ്രകാരം ശിഷ്യന്റെ ഭാവത്തെ നല്ലപോലെ കണ്ടറിഞ്ഞ് അജഗദ്ഗുരുവായിട്ടുള്ള കൃഷ്ണം വന്ദേ ജഗദ്ഗുരും ആ ഭഗവാൻ അദ്ദേഹത്തിന് ഈ 7 ചോദ്യങ്ങളുടെ ഉത്തരം പറയാനായിട്ട് ആരംഭിച്ചു. ഇവിടെ സൂത്രരൂപത്തിലാണ് ഭഗവാൻ പറയുന്നത്. അതായത് അല്പാക്ഷരം അസന്നിഗ്ധം, വലിയ കാര്യങ്ങളെ ചെറിയ ചെറിയ വാക്കുകളെ കൊണ്ട് കുറച്ച് ഫോർമുല രൂപത്തിലാക്കിയിട്ട്, അതാണ് സൂത്രം. ആ ചെറിയ വാക്കുകളിൽ കൂടെ വലിയ അർത്ഥങ്ങളെ ധ്വനിപ്പിക്കുക. വേദാന്ത സൂത്രം, ബ്രഹ്മസൂത്രം എന്നൊക്കെ നിങ്ങൾ കേട്ടിരിക്കും. അതുപോലെ സൂത്ര രൂപത്തിലാണ് ഭഗവാൻ ഇവിടെ 6 ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നത്. ഭഗവാൻ പറഞ്ഞു, അക്ഷരം ബ്രഹ്മ പരമം. അർജുന, ആ ബ്രഹ്മം എന്തെന്ന് ചോദിച്ചല്ലേ? ഈ ബ്രഹ്മം അക്ഷരമാണ്, പരമമായതാണ്, യാതൊന്നാണ് നശിക്കാത്തത്, പരമമായത്, ശ്രേഷ്ഠമായത്, ഉത്കൃഷ്ടമായത്. അതായത് യാതൊന്നിൽ നിന്നാണ് ഈ സകല ഭൗതിക പ്രപഞ്ചങ്ങളും ആധ്യാത്മിക പ്രപഞ്ചങ്ങളും ഉണ്ടാകുന്നത്. മാത്രമല്ല എല്ലാത്തിനും ഉണ്മയായിട്ട് നശിക്കാത്ത യാതൊരു വസ്തുവുണ്ടോ അതിനെ ബ്രഹ്മം എന്ന് പറയുന്നു വേദാന്തികള്. സ്വർണ്ണാഭരണങ്ങളില് ഉണ്മയായിട്ട് സ്വർണം നിൽക്കുന്നു, മൺപാത്രങ്ങളില് മണ്ണാണ് അവിടെ ഉണ്മ, പരുത്തി വസ്ത്രങ്ങളില് പരുത്തി, സിൽക്ക് വസ്ത്രങ്ങളില് സിൽക്ക്, ഇതൊക്കെ നമുക്കറിയാം. അതുപോലെ സർവചരാചരങ്ങളിലും ഉണ്മയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചൈതന്യമുണ്ട്, അതാണ് ബ്രഹ്മം. സ്വഭാവം, അധ്യാത്മം. മാത്രമല്ല എല്ലാ വസ്തുക്കളുടെയും, ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ജീവസ്വരൂപങ്ങളുടെ എല്ലാത്തിന്റെയും ഒരു സ്വഭാവമുണ്ട്. സ്വസ്യഭാവ സ്വരൂപ, ഒരു ഉണ്മയുണ്ട് അവയ്ക്കൊരു സ്വരൂപമുണ്ട്, അവയുടെ ഒരു സ്വഭാവമുണ്ട്, അല്ലെ? ചില സമയത്ത് പറയാം, കണ്ടില്ലേ അവന്റെ സ്വഭാവം കണ്ടില്ലേ, ആ പ്രഭുവിന്റെ സ്വഭാവം കണ്ടില്ലേ, ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചില്ല, ആ മാതാജിയുടെ സ്വഭാവം കണ്ടില്ലേ എന്ന്. എന്താണ് അത്? വന്നു ചേർന്നതാണ്, വികാര രൂപത്തിൽ വന്നു ചേർന്നതാണ്. സത്യത്തിൽ നമുക്ക് സംസ്കാര സ്വരൂപമായിട്ടുള്ള സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ വിഭിന്നാംശമായതുകൊണ്ട് നമ്മളും അസ്വസ്യരൂപന്മാരാണ്. പക്ഷെ അറിയുന്നില്ല, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ അധീനനായിട്ട് അതില് മുങ്ങിത്താഴ്ന്നുകൊണ്ട് നമ്മുടെ സ്വരൂപം നശിച്ചിരിക്കുന്നു. നമ്മൾ വേറൊരു രൂപത്തിലായി, വേറൊരു വസ്ത്രം ധരിച്ചു, നമ്മൾ ചെളിയിൽ വീണ ഒരു വ്യക്തിയെ പോലെ. അപ്പൊ സ്വസ്യരൂപ, അതായത് നീ ഭഗവാന്റെ വിഭിന്നാംശമാണ്, നീ ഭഗവാന്റെ ദാസനാണ്. ഞാൻ പുരുഷനല്ല, ഞാൻ സ്ത്രീയല്ല, ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ദീക്ഷയെടുത്തവനോ ദീക്ഷയെടുക്കാത്തവനോ തിരുവനന്തപുരത്തുകാരനോ തൃശ്ശൂർകാരനോ കണ്ണൂർകാരനോ കോഴിക്കോടുകാരനോ ആരുമല്ല. ഞാൻ ആരാണ്? സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ വിഭിന്നാംശം, അദ്ദേഹത്തിന്റെ ദാസൻ, അദ്ദേഹത്തിന്റെ പുത്രൻ, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അതാണ് എന്റെ സ്വരൂപം. മാത്രമല്ല ഭൂതഭാവോദ്ഭവകര വിസർഗ കർമ്മ സംജിത, അതായത് വിസർഗം, നമ്മള് 10 ലക്ഷണങ്ങളെല്ലാം ഭാഗവതത്തിൽ ഇങ്ങനെ പഠിക്കാൻ പോകുന്നുണ്ട്. സർഗം, വിസർഗം, ഊതി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതില് വിസർഗ, സൃഷ്ടി, ഈ പ്രപഞ്ച സൃഷ്ടിയിലുള്ള ആ ജീവഭാവങ്ങളുടെ എല്ലാം ഉണ്മയ്ക്ക് കാരണമായിട്ടുള്ള, അല്ലെങ്കിൽ അവയുടെ ഉൽപ്പത്തിക്ക്, ഭവോദ്ഗരഹ, ഭാവത്തിന് കാരണമായിട്ടുള്ള ഒരു കർമ്മങ്ങളുണ്ടല്ലോ, വൈദിക യജ്ഞങ്ങള്, കർമ്മങ്ങള്.
അതാണ് കർമ്മം എന്ന് പറയുന്നത്, ഫലോദിഷ്ട കർമ്മം എന്ന് പറയുന്നത്. ഇപ്രകാരം ആ നേരത്തെ പറഞ്ഞിട്ടുള്ള മൂന്നെണ്ണത്തിനെയും ഭഗവാൻ ഇവിടെ ചെറിയ സൂത്ര രൂപേണ വിസ്തരിച്ചു. എന്നിട്ട് പറഞ്ഞു അധിഭൂതം ക്ഷരോഭാവ. ഈ അതിഭൂതം, ഈ ഭൗതിക പ്രപഞ്ചം പഞ്ചഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ള ഈ ഭൂതമുണ്ടല്ലോ, ക്ഷരഹ ക്ഷരിക്കുന്നതാണ്, നശിക്കുന്നതാണ്. നേരത്തെ ബ്രഹ്മത്തെ കുറിച്ചിട്ട് പറഞ്ഞപ്പോ എന്താണ് പറഞ്ഞത്? അക്ഷരഹ, നശിക്കാത്തത്. ഇവിടെ പറഞ്ഞു ഭൂതങ്ങളെല്ലാം ക്ഷരഹ, ക്ഷരിക്കുന്നതാണ്, നശിക്കുന്നതാണ്, അവയ്ക്ക് നിലനിൽപ്പില്ല. അതെല്ലാം ഭഗവാന്റെ തന്നെ അംശമാണെങ്കിലും അതെല്ലാം നികൃഷ്ടമായിട്ടുള്ള അപരാപ്രകൃതിയാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞ 7-ാം അധ്യായത്തിൽ ആരംഭത്തിൽ തന്നെ പഠിച്ചു എന്താണ് പരാപ്രകൃതി എന്നും എന്താണ് അപരാപ്രകൃതി എന്നും. എല്ലാവരും കഴിഞ്ഞ അധ്യായം ഒന്നും കൂടി വായിച്ചു നോക്കുക, അപ്പൊ മനസ്സിലാവും. അതുപോലെ ഇവിടെ അതിഭൂതം എന്ന് പറയുന്നത് നശിക്കുന്നതാണ്. ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടും പഞ്ചവിഷയങ്ങളെ കൊണ്ടും ശബ്ദസ്പർശ രൂപരസാദികളെ കൊണ്ടും മറ്റു ഭൗതിക വസ്തുക്കളെ കൊണ്ടും സൃഷ്ടിച്ചതാണ് മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ. ഇതില് പുരുഷനായിട്ട് ഞാൻ സ്ഥിതി ചെയ്യുന്നു, എന്റെ അംശം സ്ഥിതി ചെയ്യുന്നു. നേരത്തെ പുരുഷോത്തമൻ എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള പുരുഷോത്തമന്റെ അംശമായിട്ടുള്ള പുരുഷൻ അതിദൈവമായിട്ട് നിലകൊള്ളുന്നു. മാത്രമല്ല അതിയജ്ഞം അഹം, സർവചരാചരങ്ങളിലും പരമാത്മസ്വരൂപിയായിട്ട് അതിയജ്ഞനായിട്ട് സർവയജ്ഞങ്ങളുടെയും അധിപനായിട്ട് ഭോക്താരാം യജ്ഞതപസാം സർവലോക മഹേശ്വരം, ആധ്യാത്മിക ലോകങ്ങളുടെയും ഭൗതിക ലോകങ്ങളുടെയും സൃഷ്ടാവായിട്ട് നിയാമകനായിട്ട് സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തിയായിട്ട് അതിയജ്ഞനായിട്ട് ഞാൻ സർവരുടെയും ഹൃദയത്തിൽ പരമാത്മസ്വരൂപിയായിട്ട് അന്തരാമിയായിട്ട് കഴിയുന്നു. അല്ലയോ അർജുന, ദേഹി ദേഹഭൃതാം വരാ എന്ന് പറഞ്ഞു. ഇപ്രകാരം ഭഗവാൻ ചോദിച്ചിട്ടുള്ള 6 ചോദ്യങ്ങൾക്കും സൂത്രരൂപേണ പറഞ്ഞു. കാരണം അത്രേ ആവശ്യമുള്ളൂ. പക്ഷെ 7-ാമത്തെ ചോദ്യമാണ് വളരെ പ്രധാനപ്പെട്ടത്. എന്തായിരുന്നു ചോദ്യം? മരണകാലത്തിലും എപ്രകാരമാണ് ഈ ആളുകള്, ജീവസത്തകള് ആ മരണഭയ സമയത്ത് എന്നെ സ്മരിക്കുന്നത്? തീർച്ചയായിട്ടും നീ സ്മരിക്കുന്നു പറഞ്ഞു. അപ്പോ അങ്ങ് പ്രഖ്യാപിച്ചുല്ലോ, സത്യം ചെയ്തുല്ലോ, എപ്രകാരമാണെന്ന് പറഞ്ഞു. അതിന് വളരെ വിസ്തരിച്ചിട്ടാണ് ഭഗവാൻ ഇവിടെ വിസ്തരിക്കുന്നത്. 10-20 ശ്ലോകങ്ങളിൽ കൂടെ. അല്ല, ഈ അധ്യായത്തിന്റെ അവസാനം വരെ വേണമെങ്കിൽ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണെന്ന് വേണമെങ്കിൽ പറയാം. വിശദമായിട്ട് 20 ശ്ലോകങ്ങളിൽ കൂടെയും പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടെ അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള നിലയ്ക്ക് ബാക്കിയുള്ള ശ്ലോകങ്ങളും പറയുന്നു. ഇവിടെ പറയാണ് അന്ധകാലേച്ച മാമേവ സ്മരൻ മുക്താകളേവരം യപ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയ. അല്ലയോ അർജുന, യാതൊരു ആളാണോ അന്ധകാലത്തിലും എന്നെ തന്നെ സ്മരിക്കുന്നവനായിട്ട് ശരീരം ഉപേക്ഷിച്ചു പോകുന്നത്, അയാൾ എന്റെ ഭാവത്തെ, എന്റെ സ്ഥാനത്തെ പ്രാപിക്കുന്നു. നോക്കൂ, ഭഗവാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ മറ്റുള്ള ആളുകളല്ല ഇവിടെ പ്രഖ്യാപിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. സർവലോക മഹേശ്വരനായിട്ടുള്ള, നമുക്ക് മോക്ഷം തരാനായിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിന് യോഗ്യതയുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മളത് വിശ്വസിക്കുക തന്നെ ചെയ്യണം. അദ്ദേഹം പറയുന്നു അന്ധകാലത്തില് മരണവേളയില് ആരാണോ എന്നെ സ്മരിക്കുന്നത്, എപ്പോഴും നിരന്തരം എന്നെ ഓർക്കുന്നത്, അവൻ തീർച്ചയായിട്ടും എന്റെ അടുത്തെത്തും. കാരണം എന്താണ്? എനിക്ക് അവൻ പ്രിയപ്പെട്ടവനാണ്. സമയ ഭക്തപ്രിയ, അവൻ എനിക്കും പ്രിയപ്പെട്ടവനാണ്. അവൻ എനിക്കും, ഞാൻ അവനും പ്രിയപ്പെട്ടവനാണ്. ഞങ്ങൾ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, ചങ്കുകളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവൻ എന്റെ അടുത്ത് തന്നെ എത്തും, എത്ര ബുദ്ധിമുട്ടിയാലും. അല്ലെങ്കിൽ ഞാൻ അവനെ ഓർമ്മിപ്പിക്കും. നോക്കൂ ഭഗവാന്റെ പ്രഖ്യാപനം നോക്കൂ. ഇനി ബൈ ചാൻസ് നിങ്ങൾ കോമയിലോ കുത്തിലോ അല്ലെങ്കിൽ വേറെ ആക്സിഡന്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നത്തിലാണെങ്കിലും ഭഗവാൻ നിങ്ങളുടെ ഹൃദയത്തിൽ വന്നിട്ട്, മറ്റുള്ളവർക്ക് ചിലപ്പോൾ കാണാൻ പറ്റില്ല, കണ്ണടച്ച് കിടക്കാണല്ലോ, ഇദ്ദേഹത്തിന് ഓർമ്മയിലോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ സ്പന്ദനമില്ലോ എന്നൊക്കെ വിചാരിക്കാം. പക്ഷെ നമ്മുടെ ആ ഹൃദയ കമലത്തിൽ വന്നിട്ട് ഭഗവാൻ നമ്മളെ അത് കാണിച്ചു തരും, ബ്ലിങ്ക് ചെയ്യും. ഉടനെ തന്നെ നമ്മുടെ ആ അകക്കണ്ണ് തുറന്നിട്ട് നമുക്ക് ഭഗവാനെ ദർശിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അയ്യോ പ്രഭു, ഞാൻ അവസാന കാലത്തിലാണ് എനിക്ക് ഭഗവത്ഗീത പഠിക്കാൻ പറ്റിയത്, അവസാന കാലത്തിലാണ് നാമം ജപിക്കാൻ പറ്റിയത്, എനിക്ക് ഇനി അറിയില്ല എന്റെ അവസ്ഥ എന്താന്ന്, എനിക്ക് ഈ ശ്ലോകങ്ങളൊന്നും പഠിക്കാൻ പറ്റില്ല. വേണ്ട. അയ്യോ എന്റെ മകള് എല്ലാം ചെയ്യുന്നു, നീ കല്യാണം കഴിഞ്ഞു പോയി എന്തായിരിക്കും അവസ്ഥ, ഭർത്താവിന്റെ വീട്ടിൽ എന്തായിരിക്കും അവസ്ഥ, എനിക്കൊന്നും അറിയില്ല. പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോന വിദ്യതേ സ്വൽപ്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹദോഭയാത്. സ്വൽപ്പം ഉണ്ടായാൽ മതി. നിങ്ങൾ എന്തൊക്കെ ചെയ്തത് അത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് അവിടെ എടുക്കും. ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ ഗുണം അതാണ്. ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. ഭൗതികത നഷ്ടപ്പെടും,
അത് നശ്വരമാണ്. അത് അടുത്ത ജന്മത്തിൽ വീണ്ടും A4 ആപ്പിൾ, B4 അല്ലെങ്കിൽ 1+1=2 അതൊക്കെ പഠിക്കേണ്ടി വരും. പക്ഷെ ആധ്യാത്മികത എവിടെ വെച്ചിട്ടാണ് നിങ്ങൾ അവസാനിച്ചത്, അവിടെ നിന്നാണ് പിന്നെ അടുത്ത ജന്മത്തിൽ ആരംഭമുണ്ടാവുക. അപ്പൊ ഇതല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടും ഭഗവാനിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുമെന്ന് താല്പര്യം. ഇപ്രകാരം വിശദമായിട്ട് പറഞ്ഞു. അപ്പൊ ആളുകൾക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു ചോദ്യം വരാം. നിങ്ങൾ ചിലപ്പോൾ പ്രചാരം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പുസ്തക വിതരണം ചെയ്യുന്ന സമയത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, എന്തിനാ 40-50 വയസ്സല്ലായിട്ടുള്ളൂ, ഇത്രയും യൗവനദശയിൽ തന്നെ, ഇത്രയും ചെറുപ്പത്തിൽ തന്നെ എന്തിനാ ഈ ഭഗവത് ഭക്തി സേവനത്തിലേക്കും പോകുന്നത്? സമയാവട്ടെ, ഒരു 70-80 വയസ്സാവട്ടെ. അല്ല അമ്മ, അങ്ങനെ പറയാൻ പറ്റില്ല. പദം പദം യത് വിപദാം, എപ്പോഴും അപകടം കാത്തിരിക്കുകയാണ്. അറിയില്ലേ നമുക്ക് ആക്സിഡന്റ് എപ്പോഴാ ഉണ്ടാവാന്ന്? കേൾക്കണില്ലേ? പത്രത്തിലും വാർത്താ മീഡിയകളിലൊക്കെ വരുന്നില്ലേ? വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ആള് വണ്ടി ഇടിച്ചു മരിച്ചു, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന വഴിക്ക്, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് പോകുന്ന വഴിക്ക്, അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ഭാവി നമുക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോ, അതൊക്കെ ഞങ്ങൾ മരണകാലത്തിൽ സ്മരിച്ചാൽ മതി. ഇതേ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, യം യം വാവി സ്മരൻ ഭാവെന്ന്. അപ്പൊ ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള ഒരു വാക്കാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത്. ആർക്കും അത് പറ്റണില്ല. അതായത് ബാക്കി 99 വയസ്സ് വരെയും ദുർനടപ്പുകാരനായിട്ട് ദുഷ്ചിന്തകളോട് കൂടിയിട്ട് മറ്റുള്ളവരെ എല്ലാം ഉപദ്രവിച്ചുകൊണ്ട് ഹിംസയെല്ലാം ചെയ്ത് വളരെ ആഭാസനായിട്ട് നടന്നിട്ട് അവസാന കാലഘട്ടത്തിൽ ഭഗവാനെ സ്മരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വൈകുണ്ഠ ലോകത്തിൽ എത്തിച്ചേരാമെന്ന് പറയുമ്പോൾ ഒരു കോൺട്രഡിക്ഷൻ വരും ഇതിനും. കാരണം നിങ്ങൾക്ക് ആ സമയത്ത് ഒരിക്കലും അതിന് സാധിക്കില്ല എന്ന ചുരുക്കം. നിങ്ങൾ വിചാരിക്കും സദ്യക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ 4 ഗ്ലാസ് പായസം കുടിക്കും, അപ്പൊ പായസം കുടിച്ചിട്ട് കുറെ ഇതായി കച്ച കിട്ടിയിട്ട് ഇറങ്ങും. പക്ഷെ നിങ്ങൾക്ക് 1/2 ഗ്ലാസ് പോലും പായസം കുടിക്കാൻ പറ്റില്ല. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്, നിങ്ങൾ ഓർത്തു നോക്കിക്കോളൂ. പക്ഷെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്ക് 4 ഗ്ലാസ് അല്ല, വേണമെങ്കിൽ 8 ഗ്ലാസ് അവൻ കുടിച്ചിട്ട് വരും. അതാണ്. ഇപ്പൊ നിത്യാഭ്യാസി ആനയെടുക്കുന്ന പറഞ്ഞ മാതിരി നിരന്തരമായിട്ടുള്ള അഭ്യാസം കൊണ്ട് മാത്രമേ മരണവേളയിലും നിങ്ങൾക്ക് ഭഗവാനെ സ്മരിക്കാനായിട്ട് സാധിക്കുള്ളൂ. പലരും സപ്താഹത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഭഗവത്ഗീത ക്ലാസിന്റെ സമയത്ത്, ഭാഗവതം ക്ലാസിന്റെ സമയത്ത്, പ്രഭാഷണങ്ങളിലൊക്കെ പറയും, അജാമിളന്റെ കഥ കേട്ടിട്ടില്ലേ നിങ്ങള്? അങ്ങനെ ദുർനടപ്പുകാരനായിട്ട് ശരീരം വിൽക്കുന്ന ഹീനശ്രീയുമായിട്ട് സമ്പർക്കത്തിലൊക്കെ ഉണ്ടായി ഒരു കുട്ടിയൊക്കെ ജനിച്ചു. അങ്ങനെ യമദൂതന്മാര് വന്ന സമയത്ത് നാരായണ എന്ന് വിളിച്ചു. അതും ഭഗവാന്റെ പേരല്ല വിളിച്ചത്, ഇളയപുത്രന്റെ പേരാ വിളിച്ചത്. എന്നിട്ടും വിഷ്ണുദൂതന്മാര് കൊണ്ടുപോയി വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് അജാമിള ഉപഖ്യാനക്കും പറയുന്നത് കേൾക്കാം. ശരിയല്ല, തെറ്റത് പറയുന്നത്. ശരി, പ്രോത്സാഹനം എന്ന രീതിയിൽ വേണമെങ്കിൽ പറയാൻ വിരോധമില്ല. ദാമോദരാർജി ചെയ്യുന്ന സമയത്ത് നമ്മളും പറയാറുണ്ട്, ഭഗവാൻ ഒരു നെയ്വിളക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സർവ്വ പാപങ്ങളും നശിക്കുന്നു, നിങ്ങൾ ഈ ജന്മത്തോട് കൂടിയിട്ട് വൈകുണ്ഠ ലോകത്തിലേക്ക് പോകുന്നു. ഒരിക്കലും ഇല്ല. പ്രോത്സാഹിപ്പിക്കാൻ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു കുട്ടിയോട് നമ്മൾ പറയും, നല്ലപോലെ പഠിക്കണം കേട്ടോ, 10ാം ക്ലാസ്സിലത്തെ മാർക്കാണ് നിനക്ക് +2-ലും അതുപോലെ തന്നെ ജോലിക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗപ്പെടുത്താം, നല്ല ജോലി കിട്ടും, നല്ല പെണ്ണിനെ കിട്ടും, നല്ല കുടുംബത്തിൽ നിന്ന് ആലോചനകൾ വരും, അങ്ങനെ നിനക്ക് ഉയരാമെന്നല്ല നമ്മൾ പ്രോത്സാഹനം പറയും. എത്രയോ പേര് ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ച് ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചിട്ട് ഇപ്പോഴും ജോലിയില്ലാതെ കറങ്ങി നടക്കുന്നു. അപ്പൊ മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യദതി സിദ്ധയേ, 1000-ൽ ഒരാൾക്ക് മാത്രം വരുന്ന ഒരു ഭാഗ്യമാണിത്. മാത്രമല്ല അജാമിള ഉപഖ്യാനം ശ്രീമദ് ഭാഗവതത്തിന്റെ 6-ാം സ്കന്ധത്തിലെ 2-ാം അധ്യായത്തിൽ 30-ാം ശ്ലോകത്തിൽ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. കിമിതം സ്വപ്ന ആഹോസിത് സാക്ഷാത് ദൃഷ്ടമിഹാത്മതം കൊയാത അദ്യതേയാം വ്യകർഷ പാശപാണയഃ. അല്ല ഉണ്ണി, ഇതെന്താണ് കാണുന്നത്? ഈ അത്ഭുതം സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ? അല്ല, ഇത് കാണപ്പെട്ടതാണോ, എനിക്ക് തോന്നിച്ചതാണോ? കയ്യിൽ കയറേന്തി വന്നിട്ടുള്ള ആ യമദൂതന്മാരും അവരോട് ഏറ്റുമുട്ടിയിട്ടുള്ള വിഷ്ണുദൂതന്മാരൊക്കെ എവിടെ പോയി? കാണാനല്ലോ ഉണ്ണി, നീ കണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ഭാഗവതം ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് അദ്ദേഹം ഭക്ഷണം എല്ലാം കഴിഞ്ഞ സമയത്ത് ഉച്ചയ്ക്ക് ചാരുകസാരയിൽ ഒന്ന് നെടുവീർപ്പിടാനായിട്ട് കിടന്ന സമയത്ത് കണ്ട ദിവാസ്വപ്നം മാത്രമായിരുന്നു. ഭഗവാൻ തന്നെ കാണിച്ചു കൊടുത്തു അദ്ദേഹത്തിന്, നീ ചെയ്യുന്നത് ശരിയല്ല, ഇനിയെങ്കിലും നന്നാവൂ എന്ന് പറഞ്ഞു. അപ്പൊ അജാമിളൻ നല്ല സംസ്കാരത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ചെറുപ്പത്തില് സ്വാധ്യായം, അതുപോലെ തന്നെ എല്ലാ ഭഗവത് ഭക്തിയുത സേവനം, ശ്രവണം, കീർത്തനം, പൂജാരി, പൂ പറിക്കല്, മാലകെട്ടൽ, എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു. അങ്ങനെ പൂ ഇറക്കാൻ പോയിട്ട് ഒരു ശൂദ്ര സ്ത്രീയുമായിട്ട് പതുക്കെ അടുപ്പത്തിലായി. അവരുടെ വീട്ടില് പിന്നെ ഭക്ഷണമായി, കിടപ്പായി, അങ്ങനെ സന്താനങ്ങളൊക്കെ ഉത്പാദിപ്പിക്കേണ്ടി വന്നു. അതാണ്. പക്ഷെ പൂർവ്വ സംസ്കാരം ഉണ്ടായിരുന്നു, അത് മനസ്സിലാക്കണം. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നാരായണ നാമം ജപിക്കാനായിട്ട് അദ്ദേഹത്തിന് നാവ് പൊന്തിയതല്ല. അപ്പൊ അതുകൊണ്ട് പൂർവ്വ സംസ്കാരത്തിനനുസരിച്ചിട്ടാണ് നമുക്കിതെല്ലാം ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ ഈ ശ്ലോകം ഇങ്ങനെ പറയുമെങ്കിലും തീർച്ചയായിട്ടും അവസാനത്തേക്ക് വെക്കാതെ ഇന്ന് തന്നെ അത് ജപിച്ചാൽ മാത്രമേ, ഇന്ന് തന്നെ ഭഗവത് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ
അന്ത്യകാലത്തിലും നിങ്ങൾക്ക് നാവില് ഈ നാരായണ നാമം വരികയുള്ളൂ. അത് തസ്മാ സർവേഷു കാലേഷു മാമനുസ്മര യുധ്യ ച മയ്യർപ്പിത മനോബുദ്ധിർ മാമേ വൈഷ്യസ്യ സംശയഃ. അതുകൊണ്ട് അർജുന, എല്ലാ സമയത്തും എല്ലാ കാലങ്ങളിലും എന്നെ അനുസ്മരിച്ചുകൊണ്ട് നീ യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞ സ്വധർമ്മം ആചരിക്കൂ. എന്നിൽ അർപ്പിതമായിട്ടുള്ള മനോബുദ്ധികളോടൊത്തവനായ നീ എന്നെ തന്നെ പ്രാപിക്കും. സംശയമില്ല, സംശയമില്ല, സംശയമില്ല. അങ്ങനെ മനസ്സിലും ബുദ്ധിയിലും ചിത്തത്തിലും എല്ലാം ഭഗവാൻ ആരാണ് കൊണ്ട് നടക്കുന്നത്? സ്മരിക്കുന്നത്, എപ്പോഴും കീർത്തിക്കുന്നത്. എപ്പോഴാണ്? സകല കാലത്തിലും. ഇവിടെ അതായത് ചെറുപ്പകാലത്തിലായാലും ബ്രഹ്മചര്യാവസ്ഥയിലായാലും ഗൃഹസ്ഥാവസ്ഥയിലായാലും വാനപ്രസ്ഥ സന്യാസ ഏതാശ്രമത്തിലായാലും അല്ലെങ്കിൽ കാലത്തായാലും ഉച്ചയ്ക്കായാലും വൈകുന്നേരത്തിലായാലും സുഖമുള്ള സമയത്തും സുഖമില്ലാത്ത രോഗബാധിതനായിരിക്കുന്ന സമയത്ത്, ഇതാണ് സർവകാലം എന്ന് പറയുന്നത്. ദേശകാലത്തിൽ അന്യദേശങ്ങളിലേക്ക് പോയാലും ഏത് സാഹചര്യത്തിലായാലും അയ്യോ ഞാൻ ബാത്റൂമിൽ ഇരുന്നിട്ട് ജപിക്കാൻ പറ്റുമോ, എന്താ കുഴപ്പം? ഭഗവാൻ ഇല്ലാത്തൊരു സ്ഥലം പറയൂ നിങ്ങൾ. അങ്ങനെ സകല സ്ഥലത്തും ഇരുന്നിട്ട് നിങ്ങൾക്ക് ഭഗവാന്റെ നാമം ജപിക്കുകയും കീർത്തിക്കുകയും അങ്ങനെ സദാസമയം എന്നെ സ്മരിക്കുകയും ചെയ്യുന്നവൻ എന്നെ തന്നെ പ്രാപിക്കുമെന്ന് ഇവിടെ ഉറപ്പ് കൊടുത്തു. ഇവിടെ അനുസ്മര, അതായത് അനു ഒരു വാക്ക് ചേർത്തിട്ടുണ്ട്. വെറും സ്മര അല്ല പറയുന്നത്, അനുസ്മര. എങ്ങനെയാണ് ആചാര്യന്മാര് ചെയ്തിരുന്നത്? ആ ഗുരുശിഷ്യ പരമ്പരയുടെ മഹത്വമാണ് പറയുന്നത്. നമ്മളെല്ലാവരും അനുചരന്മാരാണ് അല്ലെ? നമ്മൾ നമ്മുടെ ഗുരു മഹാരാജനെ അനുസരിക്കുന്നു, അദ്ദേഹത്തിന്റെ പാതയിൽ കൂടെ സഞ്ചരിക്കുന്നു. നമ്മൾ ശ്രീല പ്രഭുപാദരെ അംഗീകരിക്കുന്നു, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിച്ചിട്ട് അദ്ദേഹത്തിന്റെ പാതയിൽ കൂടെ സഞ്ചരിക്കുന്നു. ആചാര്യന്മാരുടെ, ഗോസ്വാമിമാരുടെ അല്ല, രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി, അങ്ങനെയുള്ള ഗോസ്വാമിമാരുടെ പിന്നാലെ നമ്മൾ പോകുന്നു. നമ്മളെല്ലാം അതുപോലെ അവരുടെ പാദങ്ങളെ പിന്തുടരുന്നവരാണ്. അതുകൊണ്ട് അവരെ പ്രകാരമാണ് സ്മരിച്ചത്, അവരെ പ്രകാരമാണ് ഭഗവത് ഭക്തിയുത സേവനം ചെയ്തത്. അതുപോലെ നീയും അതുപോലെയെല്ലാം ചെയ്ത് യുദ്ധം ചെയ്യൂ. അപ്പൊ ആളുകൾ അതിന് വീണ്ടും പറഞ്ഞു, കണ്ടാ വെറുതെ ഇരിക്കണ അർജുനനെ കുത്തിപ്പൊക്കി യുദ്ധം ചെയ്യാനായിട്ട് പറയുന്നു നിങ്ങളുടെ ഭഗവാൻ. അഹിംസാവാദിയാണ്, പറയുന്നതോ ഹിംസ. എങ്ങനെയത് ശരിയാവാ? സമാധാന മതക്കാരാണ് ഞങ്ങൾ പറയുന്നതാണ് ശരി, നിങ്ങൾ എന്താ ഇങ്ങനെ യുദ്ധം നോക്കി പറയണെന്ന് പറയും. ഇവിടെ ഭഗവാൻ പറയുന്നത് സ്വധർമ്മത്തെ ആചരിക്കൂ. അർജുനൻ ക്ഷത്രിയനാണ്, അവിടെ പടച്ചട്ടയെല്ലാം അണിഞ്ഞ് ഗാന്ധീവമെല്ലാം കയ്യിലേന്തിയിട്ട് എന്നോട് എതിരിടാമെന്ന ശത്രുക്കളെ കാണിച്ചു തരൂ എന്ന് പറഞ്ഞിട്ടുള്ള വീരശൂര പരാക്രമിയാണ് ഇവിടെ നപുംസകഭാവത്തെ പ്രാപിച്ച് മമത്വബോധത്താല് ഇവിടെ കരഞ്ഞുകൂവിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളിനെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എഴുന്നേൽക്കൂ അർജുന, ഭാരതോത്തമ, നിനക്ക് ചെയ്യും, നീ വില്ലാളി വീരനാണ്, നീ നിന്റെ യുദ്ധത്തെ ചെയ്യൂ. അത് ഹിംസയല്ല, അത് സ്വധർമ്മമാണ്, അതൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ എല്ലാ ഇന്ദ്രിയങ്ങളിലും എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് നീ ചെയ്യുകയാണെങ്കിൽ, അതിന്റെ നിർദ്ദേശമായിട്ട് പാലിക്കുകയാണെങ്കിൽ, അതായത് സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച് ഒരു പട്ടാളക്കാരൻ ചിലപ്പോൾ ശത്രുക്കളെ വധിച്ചെന്ന് വരാം, വെടിവെച്ചെന്ന് വരാം. ഒരു പോലീസുകാരൻ ചിലപ്പോ ലാത്തി ചാർജ് ഉപയോഗിച്ചെന്ന് വരാം. കാരണം അത് ഒരു ഗവൺമെന്റിന്റെ നിർദ്ദേശം അനുസരിച്ചാണ്, ഒരു പരമാധികാരിയുടെ നിർദ്ദേശം അനുസരിച്ചാണ്. അതിന് അദ്ദേഹത്തിന് ശിക്ഷയോ അല്ലെങ്കിൽ വേറെ ഒന്നും വരില്ല, മറിച്ച് എന്തെങ്കിലും വിശിഷ്ട സേവാ മെഡലുകളും പാരിതോഷികങ്ങളാണ് ലഭിക്കുന്നത്. പരംവീര ചക്രയോ കീർത്തി ചക്രയോ അശോക ചക്രയോ മറ്റോ. അല്ലെങ്കിൽ അദ്ദേഹം വീട്ടിൽ വന്നിട്ട് ചെറിയൊരു വഴക്കുണ്ടാക്കിയിട്ട് തന്റെ തോക്കെടുത്തിട്ട് അയൽവാസിയെ വെടിവെച്ചു, അല്ലെങ്കിൽ തന്റെ സുഹൃത്തിനെ വെടിവെച്ചു, അല്ലെങ്കിൽ വേറെ മോഷ്ടാവിനെ വെടിവെച്ചു, അദ്ദേഹത്തിന് ശിക്ഷ ലഭിക്കും. കാരണം എന്താണ്? ഇവിടെ അദ്ദേഹത്തിന്റെ തനിഷ്ടപ്രകാരമാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് എന്റെ നിർദ്ദേശം അനുസരിച്ച് സ്വധർമ്മത്തെ ആചരിക്കൂ. എന്നെ മുന്നിൽ നിന്നുകൊണ്ട്, എന്നെ സ്മരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ സർവകർമ്മഫലാസക്തിയും വെടിഞ്ഞുകൊണ്ട് കർമ്മഫലങ്ങളെല്ലാം എനിക്ക് അർപ്പിച്ചുകൊണ്ട് ഈശ്വരാർപ്പണ ഭാവത്തിൽ കർമ്മം ചെയ്യൂ എന്ന് സാരം. ഇപ്രകാരം അഭ്യാസയോഗയുക്തേന ചേതസ നാന്യഗാമിന പരമം പുരുഷം ദിവ്യം യാതി പാർത്ഥാനു ചിന്തയാൻ. വീണ്ടും ഭഗവാൻ ഒരു ഉറപ്പും കൂടി തരികയാണ്. ഇപ്രകാരം ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിച്ച് അഭ്യാസയോഗയുക്തനായിട്ട് തന്റെ ചിന്തകളൊന്നും മറ്റിലേക്ക് പോകാതെ അനന്യനായിട്ട്, അനന്യാസ് ചിന്തയന്തോമാം യേ ജനാപര്യുപാസതേ. അടുത്ത അധ്യായത്തിൽ ഇനി ഭഗവാൻ നല്ലപോലെ വിസ്തരിക്കാൻ പോകുന്നുണ്ട് ഇതിനെ. ഒരു അധ്യായത്തിലുള്ളതിനെ അടുത്ത അധ്യായത്തിൽ ഭഗവാൻ വിസ്തരിക്കുക. അതാണ് ഭഗവാന്റെ ശൈലി. ശരിക്കും ഒരു സൂത്രരൂപം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു വ്യാഖ്യാനം തന്നെയാണ്. നമ്മൾ വിചാരിക്കും ഭഗവത്ഗീതയ്ക്ക് വേറെ വ്യാഖ്യാനത്തിന്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഭാഷ്യത്തിന്റെ ആവശ്യമുണ്ടോന്ന്? ഇല്ല. കാരണം എന്താ വെച്ചാൽ ഓരോ അധ്യായത്തിന്റെയും ഭാഷ്യമാണ് അടുത്ത അധ്യായത്തിൽ ഭഗവാൻ വിസ്തരിക്കാൻ പോകുന്നത്. ഇപ്രകാരം
ആരാണ് പരമപുരുഷനായിട്ടുള്ള പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള എന്നെ സദാ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, അവൻ എന്നെ തന്നെ പ്രാപിക്കും, സംശയമില്ല. ഇങ്ങനെ 3-4 ശ്ലോകങ്ങളിൽ കൂടെ ഭഗവാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ആരാണെന്നറിയോ? ഞാൻ പറഞ്ഞു തരാം ആരാണെന്ന്. ഇവിടം മുതലാണ് ഭഗവാൻ ആരാണെന്ന്. ഇതുവരെയ്ക്ക് സൂചനകളെല്ലാം നൽകി ഭഗവാൻ. പക്ഷെ ഇനി മുതലാണ് ഭഗവാൻ ആരാണെന്നും ഭഗവാന്റെ കർത്തവ്യം എന്താണെന്നും പറയുന്നത്. കാരണം 1 മുതൽ 6 വരെ ജീവാത്മാവിനെ കുറിച്ചും 7 മുതൽ 12 വരെ ആ പരമാത്മാവ് അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ചും, പിന്നീടുള്ള അവസാനത്തെ 6 അധ്യായങ്ങൾ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ആ ബന്ധത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ 6 അധ്യായങ്ങളില് മധ്യമ ഷഡ്ഗത്തില് പരമാത്മാവ സ്വരൂപ് അല്ലെങ്കിൽ ഭഗവാൻ ഈശ്വരനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിന്റെ മൂർധന്യ അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് ഇപ്പോ. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ സ്വയം തന്റെ സ്വരൂപം പറയാനായിട്ട് പറയുന്നു. കവിം പുരാണം അനുശാസിതാരാം അണോരണീയൻ സ്മര്യതേ യഹ സർവസ്യ ദാതാരം അചിന്യ രൂപം ആദിത്യവർണം തമസപരസ്താത്. ഇപ്രകാരം അർജുന, കവിയാണ് ഞാൻ, ക്രാന്തദർശിയാണ്. അല്ലാതെ മറ്റുള്ളവരുടെ കവിതകൾ അടിച്ചു മാറ്റി സ്വന്തം പേര് വെച്ച് പ്രസിദ്ധം ചെയ്യുന്നവനല്ല കവി. സത്യത്തെ മനസ്സിലാക്കിയിട്ട് അത് ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നവൻ, ക്രാന്തദർശിയായിട്ടുള്ള മഹർഷിയാണ് കവി. പുരാണനാണ്, ഞാനാണ് ആദ്യം ഉണ്ടായിരിക്കുന്നത്, എന്നെക്കാളും മുന്നേ ആരുണ്ടായിട്ടില്ല. ഞാൻ തന്നെയാണ് വസ്തുക്കളായിട്ട് പരിണമിച്ചത്, ഞാൻ തന്നെയാണ് സൃഷ്ടാവ്. അപ്പൊ അങ്ങേക്ക് ഈ ഭൂമിയും ആധ്യാത്മിക ലോകവും ഭൗതിക ലോകങ്ങളെല്ലാം സൃഷ്ടിക്കാനായിട്ട് ഈ പഞ്ചഭൂതങ്ങൾ എവിടെ നിന്നുണ്ടായത്? അപ്പൊ ഭഗവാൻ പറഞ്ഞു, അതും ഞാൻ തന്നെ, ഞാൻ അതായിട്ട് പരിണമിച്ചു. അല്ലെങ്കിൽ ഭഗവാനെ ഈ സാധനമൊക്കെ എത്തിക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടെങ്കിൽ പിന്നെ അദ്ദേഹമായിരിക്കല്ലോ ഈശ്വരൻ. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ തന്നെ പഞ്ചഭൂതങ്ങളായി, ഞാൻ തന്നെ പഞ്ചവിഷയങ്ങളായി, എല്ലാതും ഞാൻ തന്നെ, എന്നിൽ നിന്ന് ഭിന്നമായിട്ടൊന്നുമില്ല. ഞാൻ തന്നെയാണ് ശാസിതാവ്, ശാസനം ചെയ്യുന്നവൻ, എല്ലാവർക്കും നിർദ്ദേശം കൊടുക്കുന്നവൻ ഞാനാണ്. അണുവിൽ വെച്ച് അണു ഞാനാണ്, അതേസമയം തന്നെ വിരാട് സ്വരൂപിയും ഞാൻ തന്നെയാകുന്നു. സർവ്വതിന്റെയും ധാതാവ്, മാതാവ്, പിതാവ് എല്ലാം ഞാൻ തന്നെ. ഇപ്രകാരം എല്ലാതും ഞാനാണെന്ന് വിചാരിച്ച് എന്നെ അനുസ്മരിക്കുന്നവൻ യാതൊരുവനാണോ അവൻ എന്നെ തന്നെ പ്രാപിക്കും. എന്ന് വെച്ചാൽ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, സർവദാ ഭഗവാനെ ചിന്തിക്കുക. പ്രയാണകാലേ മനസാചലേന ഭക്ത്യായുക്തോ യോഗബലേന ചൈവ. എന്നിട്ട് പതുക്കെ അധ്യാന യോഗത്തിന്റെ 6-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള യോഗത്തിലേക്ക് പതുക്കെ കുറച്ചൊന്ന് പ്രവേശിച്ചു. ഭഗവാൻ പറഞ്ഞു, ആരാണ് പ്രാണനെയെല്ലാം നിയന്ത്രിച്ചുകൊണ്ട്, ശ്വാസോച്ഛ്വാസങ്ങളെയെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് എപ്പോഴും ആ നെറ്റിയുടെ നടുക്ക് എന്നെ ദർശിച്ചു കൊണ്ടിരിക്കുന്നത്, അവൻ മരണസമയത്ത് എന്നെ പ്രാപിക്കും. കാരണം എന്താണ്? അവന് പ്രാപിക്കാനായിട്ട് കാരണമുണ്ട്. അവൻ പരമാത്മസ്വരൂപിയായിട്ടുള്ള ഭഗവാനെ നിരന്തരം ധ്യാനിക്കുന്നവനാണ്. ആ ധ്യാന യോഗത്തിൽ നമ്മൾ പഠിച്ചു, ഇപ്രകാരം സകല ഇന്ദ്രിയങ്ങളെയും ബാഹ്യ വിഷയങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ആ അക്ഷരമായിട്ടുള്ള ആ ഓം എന്ന് പറയുന്ന പ്രണവ മന്ത്രത്തെ ജപിച്ചുകൊണ്ട് ആ സർവലോക മഹേശ്വരനായിട്ടുള്ള എന്നെ ആരാണ് ധ്യാനിക്കുന്നത്, അവൻ തീർച്ചയായിട്ടും എന്നെ പ്രാപിക്കുമെന്ന് പറയുന്നു. അപ്പൊ ബ്രഹ്മത്തിന്റെ നേരത്തെ നിർവചനമെല്ലാം നൽകി. എന്താണ്? അക്ഷരം നശിക്കാത്തതാണ് ബ്രഹ്മം. അതിനെ വീണ്ടും ഒന്നും കൂടി വിസ്തരിക്കാൻ പോകുകയാണ്. എന്നിട്ട് പറഞ്ഞു, സ്വരദ്വാരാണി സംയമ്യ മനോഹൃദ്യ നിരുദ്ധ്യച മൂർധന്യാധ്യായാത്മന പ്രാണം ആസ്ഥിതോ യോഗധാരണം. ഇപ്രകാരം സർവദ്വാരങ്ങളെയും, സർവദ്വാരങ്ങൾ എന്ന് പറഞ്ഞാൽ സർവ്വ ഇന്ദ്രിയങ്ങളെയും, വിഷയങ്ങളെല്ലാം പുറത്തുള്ള വിഷയങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് തുറന്നിട്ടിരിക്കുന്ന കവാടങ്ങള്, നവദ്വാരേ പുരേ ദേഹി, ഈ 9 ദ്വാരങ്ങളിലുള്ള അല്ലെങ്കിൽ 11 ഏകാദശദ്വാരഹ, ഇങ്ങനെയുള്ള 11 കവാടങ്ങളോട് കൂടിയ വാതിലുകളോട് കൂടിയിട്ടുള്ള ഒരു കൊട്ടാരത്തിലാണ് നീ താമസിക്കുന്നത്. അതുകൊണ്ട് പുറത്തുള്ള ശത്രുക്കൾ കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ദ്വാരങ്ങളെയെല്ലാം നിയന്ത്രിക്കൂ, അടച്ചിടൂ, ആവശ്യമുള്ള സമയത്ത് മാത്രം തുറന്നിടൂ. വീടിന്റെ ജനലും വാതിലൊക്കെ സദാസമയം തുറന്നിട്ട് കഴിഞ്ഞാൽ പട്ടി, പൂച്ച, കള്ളന്മാര്, മോഷ്ടാക്കള്, അല്ലെ, നമുക്ക് പൊടി എല്ലാം വന്ന് നമ്മളെ നശിപ്പിക്കും. അതുകൊണ്ട് തന്റെ പ്രാണനെ സ്മരിച്ചുകൊണ്ട്, താൻ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ അംശമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഭഗവാന്റെ ദാസനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എപ്പോഴും അസച്ചിദാനന്ദ സ്വരൂപനെ, സർവലോക മഹേശ്വരനെ, സർവയജ്ഞം, അതിയജ്ഞനെ, അതിദൈവത്തിനെ എല്ലാം മനസ്സിലാക്കിയിട്ട് നീ നിരന്തരം എന്നെ സ്മരിക്കുകയാണെങ്കിൽ ആ വ്യക്തി, ആ യോഗി എന്റെ അടുത്ത് എത്തിച്ചേരുന്നു. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഓമിത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാമനുസ്മരൻ യപ്രയാതിതജൻ ദേഹം സയാതി പരമാം ഗതിം. യാതൊരു വ്യക്തിയാണ് ഓം എന്ന് പറയുന്ന ഏകാക്ഷരമായിട്ടുള്ള പ്രണവ മന്ത്രത്തെ ഉച്ചരിച്ച് എന്നെ അനുസ്മരിച്ചുകൊണ്ട് ഞാനാകുന്ന അബ്രഹ്മത്തെ അല്ലെങ്കിൽ പരമാത്മാവിനെ അല്ലെങ്കിൽ ഈശ്വരനെ അനുസ്മരിക്കുന്നത്, അദ്ദേഹം ശരീരത്തെ, ഭൗതിക ശരീരത്തെ ത്യജിക്കുമ്പോൾ പരമമായിട്ടുള്ള ഗതിയെ പ്രാപിക്കുന്നു.
അപ്പൊ ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും പിന്നെ തന്നെ ഞങ്ങൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലുന്നത് പ്രഭു, ഓം ചൊല്ലിയാൽ മതിയില്ല, അതെല്ലാം നല്ലത്, 5 മിനിറ്റ് കൊണ്ട് അവസാനിക്കും. ഇത് ഇങ്ങനെ അയ്യോ രാവിലെ 5 മണി തൊട്ട് 7 മണി വരെ ചിലപ്പോൾ തീരില്ല, ഉച്ചയ്ക്ക് ചെല്ലണം, അത് ചെല്ലണം, ഏകാദശിക്ക് അതിനേക്കാളും കൂടുതൽ. നോക്കൂ, ഇത് ഏത് കാലഘട്ടത്തിലാണെന്ന് പറഞ്ഞത് നോക്കണം. 5252 വർഷങ്ങൾക്ക് മുന്നാണ് ഭഗവാൻ ഈ ഭഗവത്ഗീത ഉപദേശിച്ചത്. അപ്പൊ ആ കാലഘട്ടത്തിൽ അനുസരിച്ചിട്ട് ഓമായിരിക്കും. കാരണം ഇത്രയും പ്രക്ഷേപ കലുഷിതമല്ല, അല്ലെങ്കിൽ ശബ്ദ മലിനീകരണമില്ല, അന്തരീക്ഷം വളരെ നല്ലതാണ്, മനസ്സും ബുദ്ധിയും ചിത്തവും എല്ലാം ശാന്തമായിരിക്കും, ഒരു അണുകുടുംബമല്ല, കൂട്ടുകുടുംബമാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഇന്നത്തെ കാലഘട്ടം മനസ്സിലാക്കിയിട്ട് ആചാര്യന്മാര് സ്മൃതികളിൽ കൂടെ നമുക്ക് ഏതേത് സമയത്ത് എന്തൊക്കെ ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ കലികാലത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കലിസന്ധരണ ഉപനിഷത്ത്, ബൃഹദ്ധാരണിക ഉപനിഷത്ത് തുടങ്ങിയിട്ടുള്ള ഇതിലൊക്കെയും പറഞ്ഞിരിക്കുന്നത് ആ ഹരേ കൃഷ്ണ മഹാമന്ത്രം തന്നെയാണ്. ഹരേ രാമയെന്നോ ഹരേ കൃഷ്ണയെന്നോ ഏത് വിധത്തിൽ നിങ്ങൾ നിരൂപിച്ചാലും കുഴപ്പമില്ല, ആ ഒരു മഹാമന്ത്രമാണ് ഈ കലികാലത്തിൽ നമ്മളെ പോലുള്ള ആളുകൾക്ക് ആ പരമപദ പ്രാപ്തിക്ക് ഏറ്റവും നല്ലത്. കാരണം അതിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു, കോക്ടെയിലാണത്. ഈ ഓം എന്ന് പറയുന്ന മന്ത്രവും ഓം നമോ നമശിവായും ഓം നമോ നാരായണയും ഓം നമോ ഭഗവതേ വാസുദേവ തുടങ്ങിയിട്ട് 12ഓളം മന്ത്രങ്ങളുടെ ഒരു സാരാംശമാണ് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഇനി ലളിതമായിട്ടുള്ള ഭാഷയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലയോ ശ്രീമതി രാധാറാണി, ഹരിയുടെ സേവനത്തിൽ എന്നെ നിയോഗിക്കണേ എന്ന് ശ്രീമതി രാധാറാണിയോട് പറയുന്ന പോലെ ചെയ്യാം. ഗോസ്വാമിമാരൊക്കെ അങ്ങനെ പറഞ്ഞിരിക്കണം. കാരണം അവർക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനേക്കാളും വലിയതാണ് രാധാറാണി. രാധാറാണിയുടെ കൃപ കടാക്ഷമില്ലെങ്കിൽ നമുക്ക് ഭഗവാനെ പ്രാപിക്കാനും സാധിക്കില്ല. മാത്രമല്ല രാധയുടെ ഒരു നാമം ഭഗവാന്റെ 3 നാമത്തിന് തുല്യമാണ്. ഭഗവാന്റെ ഒരു നാമമാകട്ടെ ശ്രീരാമന്റെ 3 നാമത്തിന് തുല്യമാണ്. ശ്രീരാമന്റെ ഒരു നാമമാകട്ടെ 1000 വിഷ്ണുവിന്റെ നാമങ്ങൾക്ക് തുല്യമാണ്. അപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ നാമത്തിനെല്ലാം വളരെയധികം പ്രസക്തി ഉണ്ടെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ആചാര്യന്മാര് നിങ്ങളോട് ഇതെല്ലാം നിർത്തിയിട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലാൻ പറയുന്നത്. അപ്പോൾ ഭഗവത്ഗീത വിദ്യാർത്ഥികൾക്ക് വരുന്ന സംശയമാണ് ഞാൻ ഇവിടെ എടുത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോ പ്രാഥമിക ഘട്ടത്തില് ഓം ഓം, കാരണം ആ ഉ എന്ന് പറഞ്ഞുള്ള 3 പദങ്ങൾ ചേർന്നിട്ടുള്ളതാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ. അപ്പൊ ആ കാലഘട്ടത്തിൽ മനസ്സിനെ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് ആ യോഗികൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അല്ലാതെ ഭഗവാനെ ശരണം പ്രാപിച്ച ഭഗവത് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്ന വൈഷ്ണവ ഭക്തന്മാർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ പറഞ്ഞിട്ടുള്ളതല്ല. ഇപ്രകാരം അനന്യചേതാ സതതം യോ മാം സ്മരതി നിത്യശഃ തസ്യാഹം സുലഭ പാർത്ഥ നിത്യയുക്തസ്യ യോഗിനഃ. ഇവിടുത്തെ പദങ്ങളെല്ലാം യാതൊരാളാണോ അനന്യചേതസായിട്ട് അന്യദേവതകളിലേക്ക് പോകാതെ, അതാണ് വളരെ സൂക്ഷിക്കണം. നമുക്കുണ്ടാവുന്ന ഒരു കാര്യമാണ് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. പഴവങ്ങാടി ഗണപതിയെ ശരണം, ആറ്റുകാല് ആറ്റുകാല് ഭഗവതിയെ ശരണം, കൊടുങ്ങല്ലൂർ അമ്മയെ ശരണം, പാറമേക്കാവിൽ അമ്മയെ ശരണം, സ്വാമിയെ ശരണം അയ്യപ്പ. ഇതെന്തിനാന്ന് ചോദിക്കും. അല്ല, ആരെങ്കിലും ഒക്കെ ഒരു അനുഗ്രഹം ഉണ്ടായിക്കോട്ടെ, നീ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന് ഇനി തരാൻ പറ്റിയില്ലെങ്കിലോ മറ്റുള്ളവർ തരും. അപ്പൊ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവരുത്. ഒരു അസുഖത്തിന് ഒരു ദിവസം തന്നെ നിങ്ങൾ ഒരു 3-4 ഡോക്ടർമാരുടെ അടുത്ത് പോയാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു വിഷയത്തിന് തന്നെ 3-4 അധ്യാപകരുടെ അടുത്തേക്ക് പഠിക്കാൻ പോയാലത്തെ ഒരു അവസ്ഥ എന്തായിരിക്കും? അല്ലെങ്കിൽ ഒരു നൃത്തം അഭ്യസിക്കുന്ന മോഹിനിയാട്ടമോ ഭരതനാട്യമോ കുച്ചിപ്പുടി എന്തായിക്കോട്ടെ, ആ കുട്ടി രാവിലെ ഒരു ടീച്ചറെ അടുത്ത് വൈകുന്നേരം ഒരു ടീച്ചറെ അടുത്ത് പോയി കഴിഞ്ഞാലത്തെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ ആ കുട്ടിയുടെ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഉയർന്ന നിലയിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കില്ല. കാരണം രണ്ടും വ്യത്യസ്ത തലത്തിലാണ്. അതുകൊണ്ട് ഇവിടെ ഭഗവാൻ അതിനെ കുറ്റം പറയല്ല, നിങ്ങൾ ആയിക്കോളൂ, പക്ഷെ ഏതിലെങ്കിലും ഒന്നിൽ നിങ്ങൾ നിശ്ചിതമായിട്ട് ഉറപ്പിച്ചു നിൽക്കൂ. ഇനി അന്യദേവതകളായാലും കുഴപ്പമില്ല, അതും അവസാനം എന്നിലേക്ക് എത്തിച്ചേരും. പക്ഷെ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിയിട്ട്, എന്റെ ശ്രേഷ്ഠത, എന്റെ പരമത്വം മനസ്സിലാക്കിയിട്ട് എന്നെ യാതൊരാളാണോ നിത്യനായിട്ട് യുക്തനായിട്ട് അനന്യചിത്തനായിട്ട് ഉപാസിക്കുന്നത് അവൻ നേരിട്ട് വരുന്നു. മറ്റുള്ളവർ ക്രമമുക്തി. ഇവിടെ 2 മുക്തികളെ കുറിച്ചിട്ടാണ് ഭഗവാൻ പറയുന്നത്. ഈ ഓമിത്യേകാക്ഷരവും അതുപോലെ തന്നെ അനന്യദേവതകളുടെ ഉപാസനവുമെല്ലാം ക്രമമുക്തിയാണ്. ഇപ്പൊ നിങ്ങൾ അന്യദേവന്മാരെ ഉപാസിക്കുന്നു, ശിവനെ ആരാധിക്കുന്നു, അല്ലെങ്കിൽ ചിലർ സൂര്യനെ, ചന്ദ്രനെ, പിതൃക്കളെ, ഇനി അവൻ ബ്രഹ്മാവിനെ വരയ്ക്കും ആരാധിക്കുകയാണെങ്കിൽ പതുക്കെ 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 നമ്മൾ ഓരോ ലോകങ്ങളിലേക്ക് പോകുകയും, അതായത് പിതൃലോകത്തിലേക്ക് പോകുന്നു. അവിടെ അര്യമാവ് എന്ന് പറയുന്ന പിതൃലോകത്തിന്റെ ഉടമയുമായിട്ട് ഭഗവത് ഭക്തിയുത സേവനം ചെയ്യുന്നു. അവരും ഭക്തിയുത സേവനം ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ മാത്രമല്ല, സകല ദേവതകളും ഭഗവാനെ ഉപാസിക്കുന്നവരാണ് അവിടെ. അതുകൊണ്ടാണ് ചില ക്ഷേത്രങ്ങളില് ഒരു പരിധി കഴിഞ്ഞ് അടയ്ക്കും. അവർ പറയും ദേവതകൾ വരും, തിരുപ്പതിയിലായിക്കോട്ടെ, ശ്രീരംഗത്തായിക്കോട്ടെ, അല്ലെങ്കിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലായിക്കോട്ടെ, ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കേട്ടില്ല. കാരണം അത് മറ്റുള്ള ദേവതകൾക്കുള്ളതാണ് സമയം. ഭഗവാന് റെസ്റ്റ് ഇല്ല.
24 മണിക്കൂറും അദ്ദേഹം തുറന്നിരിക്കും. അപ്പൊ ഓരോരുത്തർക്കും ഓരോ സമയം കൊടുത്തിരിക്കുക. യക്ഷന്മാർക്ക്, കിന്നരന്മാർക്ക്, അപ്സരസുകൾക്ക്, ദേവതകൾക്ക്, ഈശ്വരന്മാർക്ക്, മറ്റുള്ള ഭൂതങ്ങൾക്ക്, എല്ലാവർക്കും, മനുഷ്യന്, നരന്, കിന്നരന്മാർക്ക്, അങ്ങനെ. അപ്പൊ അതുകൊണ്ട് ഇവരെല്ലാം ക്രമമുക്തിയായിട്ട് പിതൃലോകത്ത് ചെല്ലുന്നു, അവിടെ ഭഗവത് ഭക്തിയുത സേവനം ചെയ്യുന്നു. മഹർലോകത്ത് ചെല്ലുന്നു, അവിടെ ഭഗവത് ഭക്തിയുത സേവനം ചെയ്യുന്നു. ജനലോകത്ത് ചെല്ലുന്നു, അവിടെ ഭഗവത് ഭക്തിയുത സേവനം ചെയ്യുന്നു. ബ്രഹ്മലോകത്തെത്തുന്നു, ബ്രഹ്മാവിന്റെ കൂടെ ഭക്തിയുത സേവനം ചെയ്യുന്നു. വൈകുണ്ഠ ലോകത്തിലെത്തുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്, +1, +2, ബിരുദം, ബിരുദാനന്തര ബിരുദം, ഇങ്ങനെ ക്രമമായിട്ട്. ബുദ്ധിമാന്മാരാണെന്ന് വെച്ചാൽ ചിലപ്പോൾ നേരിട്ടിട്ട് അവർക്കൊക്കെയും അതിൽ പ്രവേശനം ലഭിക്കും എന്ന് സാരം. പക്ഷേ ഭഗവാന്റെ അടുത്ത് നേരിട്ട് പോയാലോ ക്രമമുക്തി. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വർഗലോകത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാഗലോകത്തിലോ അല്ലെങ്കിൽ ശിവലോകത്തിലോ സൂര്യലോകത്തിലോ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ പ്രഭാവവും അവിടുത്തെ സുഖങ്ങളൊക്കെ കണ്ടിട്ട് നമ്മുടെ മനസ്സ് ചിലപ്പോൾ അവിടെ നിൽക്കും. ഏതെങ്കിലും ഒരു കാര്യത്തിന് ഒരു 500 രൂപ കൈ പിടിച്ചിട്ട് നമ്മൾ ടൗണിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല സിനിമയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതൊക്കെ കണ്ടാൽ നമ്മുടെ മനസ്സ് മാറിയിട്ട് നമ്മൾ വന്ന കാര്യം മറന്നിട്ട് ചിലപ്പോൾ അതിന് പോകുന്നതായിട്ട് കാണാം ചഞ്ചലചിത്തന്മാര്. അതുപോലെ നമ്മൾ ആ സ്വർഗലോകത്തിലെ അപ്സരസുകളുടെ രംഭ, മേനക, ഉർവശി, തിലോത്തമ, അതുപോലെ തന്നെ സുരാപാനം, ഇതൊക്കെയും കണ്ട് അവിടുത്തെ ഭൗതികതയിലെല്ലാം ആകർഷകരായിട്ട് പിന്നെ ഭഗവത് ഭക്തിയുത സേവനമെല്ലാം നിർത്തിയിട്ട് നമ്മള് അവിടെ തന്നെ കഴിഞ്ഞുകൂടും. ദീക്ഷ എടുത്തിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെ വരാറുണ്ട് ചില സമയത്ത്. ദീക്ഷ എടുക്കണവരെ ഭയങ്കര ക്യാമത്തരൊക്കെ കാണിക്കുക. അവര് അയ്യോ ഇവരെക്കാളും താല്പര്യമുള്ള ആളുകളില്ല. അത് കഴിഞ്ഞാൽ അവരുടെ ആ താല്പര്യം എല്ലാം കെട്ടടങ്ങി പതുക്കെ പതുക്കെ താഴോട്ട് വരുന്നതായിട്ടുള്ള ഒരു അവസ്ഥ കാണാനായിട്ട് സാധിക്കും. എന്താ പ്രഭു, പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഓ ഇത് മതി, എനിക്ക് കിട്ടാനുള്ളത് കിട്ടി, ഇനി എന്തിനാ, ഇനി എനിക്ക് മുകളിലേക്കൊന്നും പോണ്ട, മതി, ഇത്രേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ എന്നൊക്കെ പറയും. അപ്പൊ അതുപോലെ നമ്മുടെ ലക്ഷ്യം എന്താണ്? പരമപദപ്രാപ്തി, വൈകുണ്ഠപ്രാപ്തി, ഗോലോക വൃന്ദാവന പ്രാപ്തി. അതാണെന്ന് എല്ലാ ഭഗവത്ഗീത വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഇപ്പോൾ തന്നെ ഒരു ടാർജറ്റ് ഉണ്ടായിരിക്കണം, ലക്ഷ്യം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഭഗവാൻ പറയാ, മാമുപേത്യ പുനർജന്മ ദുഃഖാലയമശാശ്വതം നാപ്നുവന്തി മഹാത്മാന സംസിദ്ധിം പരമാം ഗതിം. അർജുന, മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുകയാണെങ്കിൽ ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി, വീണ്ടും താഴേക്ക് വരേണ്ടി വരും. പക്ഷെ എന്നെ പ്രാപിച്ചു കഴിഞ്ഞാൽ പരമമായിട്ടുള്ള സംസിദ്ധിയെ പ്രാപിച്ച മഹാത്മാക്കള് ദുഃഖാലയവും അശാശ്വതവുമായിട്ടുള്ള ഈ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ ഭൗതിക ലോകത്തിലേക്ക് പുനർജന്മത്തെ ഒരിക്കലും സ്വീകരിക്കേണ്ടി വരില്ല. സംസിദ്ധിയാണത്, സിദ്ധിയല്ല, വെറും സിദ്ധിയല്ല. കുറെ സിദ്ധികൾ നിങ്ങൾ കാണാനായിട്ട് സാധിക്കും. ആളുകൾ കാണിമ, ഗണിമ, ലഘുമ എന്നൊക്കെ പറഞ്ഞിട്ട് ശരീരം വലുതാക്കുക, ശരീരം ചെറുതാക്കുക, അഗ്നിയിൽ കൂടെ നടക്കുക, അല്ലെങ്കിൽ തണുത്തുറഞ്ഞ സ്ഥലത്ത് നിൽക്കുക, അല്ലെങ്കിൽ ആണിയടിച്ചിട്ടുള്ള ബോർഡിന്റെ മുകളിൽ കിടന്നുറങ്ങുക, അതെല്ലാം ചെറിയ സിദ്ധികൾ. പക്ഷെ സംസിദ്ധിയാണ് നമുക്ക് പ്രാപിക്കേണ്ടത്, അതായത് ദുഃഖമില്ലാത്ത സ്ഥലത്തേക്ക്. അർജുന എന്തുകൊണ്ടാണെന്നറിയോ? ഭൗതിക ലോകത്തിന് നിലനിൽപ്പില്ല, ക്ഷണികമാണ്, നിസ്സാരമാണ്. ചിലപ്പോ ആയുസ്സൊക്കെ കൂടുതൽ ഉണ്ടാവും ഭൂമിയെ അപേക്ഷിച്ച്. ആ ബ്രഹ്മഭുവനാലോകോ പുനരാവർത്തിനോ അർജുന മാമുപേത്യത്തു കൗന്ദേയ പുനർജന്മന വിദ്യതേ. ബ്രഹ്മാവിന് വരെ പുനർജന്മമുണ്ട് അർജുന. ബ്രഹ്മലോകവും ഉണ്ടായി നശിക്കുന്നതാണ്. പക്ഷെ എന്റെ ലോകമാകട്ടെ, ആധ്യാത്മിക ലോകമാകട്ടെ, ഒരിക്കലും ഉണ്ടായതല്ല, നശിക്കുന്നുമില്ല. അവിടെ എത്തിയിട്ടുള്ള ആളുകളൊന്നും തിരിച്ചു വരുന്നുമില്ല എന്ന് പറഞ്ഞ് ഭഗവാൻ ഭൗതിക ലോകത്തെ അപരാപ്രകൃതിയെ കുറിച്ചിട്ട് ഭഗവാൻ വിസ്തരിക്കുകയാണ്. അപ്പോ വീണ്ടും നമുക്ക് ആ ഭഗവാന്റെ ശാശ്വതമായിട്ടുള്ള ലോകത്തെ കുറിച്ചും ഭൗതിക ലോകത്തെ കുറിച്ചും ചെറിയൊരു അറിവ് തരുന്ന ഭാഗമാണ് 2ാം സ്കന്ധത്തില്. ഭാഗവതത്തിന്റെ 2ാം സ്കന്ധത്തിൽ പിന്നെ ബ്രഹ്മാണ്ഡ വർണ്ണയിൽ നമുക്ക് എല്ലാതും നൽകുന്നുണ്ട്. പക്ഷെ ഇവിടെ ചെറിയൊരു സൂചന നൽകുന്നു. സഹസ്രയുഗ പര്യന്തം അഹരുത് ബ്രഹ്മണോ വിദുഹു രാത്രിം യുഗസഹസ്രാന്താം തേഹോരാത്രമിദോ ജനാഹ. അർജുനായി ബ്രഹ്മലോകമുണ്ടല്ലോ, അതാണ് ഈ ഭൗതിക ലോകത്തിലെ ഏറ്റവും വലിയ ലോകം. അതില് സഹസ്രയുഗം, 1000 യുഗങ്ങളാണ് പകല്. അതായത് ചതുർയുഗമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, വെറും യുഗമല്ല. 4,32,000 വർഷങ്ങളുള്ള നമ്മുടെ കലിയുഗവും 8,64,000 വർഷങ്ങളുള്ള ദ്വാപരയുഗവും 12,96,000 വർഷങ്ങളുള്ള ത്രേതായുഗവും 17,28,000 വർഷങ്ങളുള്ള ആ കൃതായുഗവും, ആ 4ഉം ചേർന്നതാണ് ഒരു മഹായുഗം, ഒരു ചതുർയുഗം എന്ന് പറയുന്നത്. അതായത് 43,22,000 വർഷങ്ങൾ. ഇങ്ങനെയുള്ള 1000 ചതുർയുഗങ്ങൾ ചേർന്നതാണ് ബ്രഹ്മാവിന്റെ ഒരു പകല്. അതായത് 432 കോടി വർഷങ്ങൾ എന്ന് ചുരുക്കം. ബ്രഹ്മാവിന്റെ പകല്, ബ്രഹ്മാവിന്റെ 12 മണിക്കൂർ എന്താണ്? 432 കോടി വർഷങ്ങൾ. ഇതെങ്ങനെയാണ് കിട്ടിയത്?
ആൾക്കാർ വിചാരിക്കും ഈ 4,32,000 എങ്ങനെ കിട്ടിയത് പ്രഭു? 8,64,000 വല്ല കണക്കുണ്ടോ എന്ന് ചോദിച്ചാൽ കണക്കുണ്ട്. കണക്കില്ലാതെ ആധ്യാത്മികതയിൽ കണക്കേ ഉള്ളൂ. മനസ്സിലായില്ലേ? എല്ലാത്തിനും വളരെ യുക്തിസഹിതമായിട്ട് ചെയ്യും. അപ്പൊ തൃശൂർ, രേണു, നാഴിക, വിനാഴിക ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ സമയപരിമിതി കൊണ്ട് വിസ്തരിക്കുന്നില്ല. അപ്പൊ ഇതില് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 15 ദിവസങ്ങള് കൃഷ്ണപക്ഷമെന്നും 15 ദിവസങ്ങള് ശുക്ലപക്ഷമെന്നും, അതായത് കറുത്ത വാവ് മുതൽ വെളുത്ത വാവ് വരെ, വെളുത്ത വാവ് മുതൽ കറുത്ത വാവ് വരെ, പൗർണമി മുതൽ അമാവാസി വരെ, അമാവാസി മുതൽ പൗർണമി വരെ, അങ്ങനെ 15 30 ദിവസങ്ങളാണ്. പിന്നീട് ഇംഗ്ലീഷുകാരുടെ വരവോട് കൂടിയിട്ടാണ് പിന്നെ അതെല്ലാം 28, 31, 30 ഒക്കെ ആയിട്ട്. യാതൊരു ശാസ്ത്രീയത അതിലില്ല എന്ന് മനസ്സിലാക്കണം നിങ്ങൾ. ഉദാഹരണത്തിന് വേണമെങ്കിൽ ഡിസംബർ ഡക്ക എന്ന് പറഞ്ഞ 10 വരുന്നത് 12-ാം മാസം, നവ 9 വരുന്നത് 11, അല്ലെ? അതുപോലെ സപ്ത, ഒക്ട ഒക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പേരും മാസവുമായിട്ട് യാതൊരു ബന്ധമില്ലാന്ന്. ഇങ്ങനെ തന്നെ അല്ലാതും. അത് നമുക്ക് വേറൊരു ദിവസം ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പൊ ഇവിടെ ആ 30 ദിവസങ്ങൾ വെച്ച് 12 മാസങ്ങൾ, 360 ദിവസങ്ങൾ, അങ്ങനെ 3 വർഷങ്ങളോ 4 വർഷങ്ങളോ കൂടി കൂടുമ്പോൾ ഒരു അതിമാസം വന്നു ചേരും. പുരുഷോത്തം അതിമാസം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വൈഷ്ണവ കലണ്ടറിൽ. ഇപ്രകാരം 360 ദിവസങ്ങളാണ് ഒരു വർഷമായിട്ട് നമ്മൾ അംഗീകരിക്കുന്നത്. അതുപോലെയുള്ള, അതായത് നമ്മുടെ 360 ദിവസങ്ങളാണ് അവിടുത്തെ ഒരു ദിവസം ദേവലോകത്തെ. ഇങ്ങനെയുള്ള ആ വർഷങ്ങളുടെ 1000 വർഷങ്ങളാണ് ഒരു ദേവ വർഷമായിട്ട് കണക്കിലെടുക്കുന്നത്. പിന്നെ അതിന്റെ സന്ധ്യകളുണ്ട്. പ്രാതസന്ധ്യ 100 വർഷം, സായം സന്ധ്യ 100 വർഷം. അപ്പൊ 1000 സാധാരണ ദിവസങ്ങളും 1000 സാധാരണ വർഷങ്ങളും പ്രാതസന്ധ്യയിലെ 100 വർഷങ്ങളും സായം സന്ധ്യയിലെ 100 വർഷങ്ങളും കൂടിയിട്ട് എത്രയായി? 1200 ദിവ്യവർഷങ്ങളാണ്. നമ്മുടെ അവിടുത്തെ 1200 വർഷങ്ങളാണ്. ഭൂമിയിലെ 1200 വർഷങ്ങളാണ് ദേവലോകത്തെ ഒരു വർഷം. ഇത് മനസ്സിലാക്കണം. 1200. പലരും പല കണക്കുകളും പറയാറുണ്ട്. പക്ഷെ ശാസ്ത്രം അനുസരിച്ചിട്ട് 1200 ദേവവർഷങ്ങളാണ് ഒരു കലിയുഗമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോ നേരത്തെ പറഞ്ഞു നമ്മുടെ ഇവിടുത്തെ ദേവന്മാരുടെ ഒരു ദിവസം എത്രയാണ്? 360 മനുഷ്യ ദിവസങ്ങൾ. അപ്പോ നമ്മുടെ ഇതിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? 1200-നെ 360 കൊണ്ട് ഗുണിക്കുക. അങ്ങനെയാണ് 4,32,000 കിട്ടുന്നത്. ഇനി ദ്വാപരയുഗം എങ്ങനെ കിട്ടിയത്? അപ്പൊ ആചാര്യന്മാര് പറയും കലിയുഗം 1000 ദിവ്യവർഷങ്ങളാണെങ്കിൽ ദ്വാപരയുഗം 2000 ദിവ്യവർഷങ്ങളാണ്. 2000 പ്ലസ് പ്രാതസന്ധ്യ 200, സായം സന്ധ്യ 200, അപ്പൊ 400. അപ്പൊ 2400 മനുഷ്യവർഷങ്ങളാണ് ഒരു ദ്വാപരയുഗം. അപ്പൊ 2400-നെ 360 കൊണ്ട് ഗുണിക്കുക. ഇനി അതിനേക്കാളും മുകളിൽ യുഗം എത്രയാണ്? 3000 ദേവവർഷങ്ങള്. 3000 ദേവവർഷങ്ങളും പ്രാതസന്ധ്യ 300 വർഷവും സായം സന്ധ്യ 300 വർഷവും. അപ്പൊ എത്രയായി? 3600. 3600-നെ 360 കൊണ്ട് ഗുണിക്കുക. ഇനി സത്യയുഗം അഥവാ കൃതായുഗം എന്താണ്? 4000 ദേവവർഷങ്ങൾ. അപ്പൊ 4000 പിന്നെ 400 പ്രാതസന്ധ്യയും 400 സായം സന്ധ്യയും. അപ്പൊ എത്രയായി? 4800. 4800-നെ 360 കൊണ്ട് ഗുണിക്കുക. ഇതാണ് ലോജിക്ക്. അല്ലാതെ വെറുതെ 4,32,000 8,64,000 അങ്ങനെയല്ല. 1200 ദേവവർഷങ്ങള്, 2400 ദേവവർഷങ്ങള്, 3600 ദേവവർഷങ്ങള്, 4800 ദേവവർഷങ്ങള്. അപ്പൊ ദേവവർഷത്തിന് മനുഷ്യവർഷ ആക്കാനായിട്ട് എന്ത് ചെയ്യണം? 360 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഈ കണക്കുകളെല്ലാം നിങ്ങൾക്ക് കിട്ടും. കാണാപാഠം പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാ. ഇങ്ങനെ ബ്രഹ്മാവിനും ഒരു ദിവസമുണ്ട്. ഇപ്രകാരമുള്ള ബ്രഹ്മാവ് 100 വർഷങ്ങളാണ് ജീവിച്ചിരിക്കുന്നത്. 432 കോടി മനുഷ്യവർഷങ്ങൾ പകലും, അത്രയും തന്നെ 432 കോടി വർഷങ്ങൾ രാത്രിയുമാണ്. പകലിനെയാണ് കൽപ്പം എന്ന് പറയുന്നത്, രാത്രിയെ കൽപ്പാന്തകാലം എന്ന് പറയും. ഉറങ്ങുന്ന സമയമാണ്. പിന്നെ രാവിലെ എഴുന്നേറ്റ് ബ്രഹ്മാവ് വീണ്ടും തന്റെ സൃഷ്ടികൾ തുടങ്ങുന്നു. ഇങ്ങനെ പോയി 100 വർഷം കഴിയുമ്പോൾ ബ്രഹ്മാവും ഭഗവാനിൽ ലയിക്കുന്നു. അവ്യക്താദ് വ്യക്തയ സർവ പ്രഭവന്ത്യഹരാഗമേ രാത്ര്യാഗമേ പ്രലീയന്തേ തത്രവാക്യ സംയകേ. ഇപ്രകാരം ബ്രഹ്മാവിന്റെ പകൽ ആരംഭിക്കുമ്പോൾ വ്യക്തഭാവത്തോടെ എല്ലാം അവ്യക്തഭാവത്തിൽ നിന്നും ആരംഭിക്കുന്നു. രാത്രിയാവുമ്പോഴോ ഈ വ്യക്തഭാവത്തിൽ നിന്ന് അവ്യക്തത്തിലേക്ക്. നിങ്ങൾ ഉറങ്ങുന്നത് അതുപോലെ തന്നെയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. രാത്രി കിടക്കുമ്പോ അല്ലെ, സ്വപ്നം സുഷുപ്തി അവസ്ഥയിലേക്ക് പതുക്കെ പോകുന്നു. ദർ ഇസ് നോ വേൾഡ്. എവിടെ ലോകമുള്ളത്?
സുഖമായിട്ട് സുഷുപ്തിയിൽ ഉറങ്ങുന്നു. രാവിലെ എഴുന്നേറ്റിട്ട് വേഗം കർമ്മങ്ങൾ ചെയ്യുന്നു. എന്ത് കർമ്മങ്ങളാണ് ചെയ്യുന്നത്? തലേദിവസം എവിടെയാണ് അവസാനിപ്പിച്ചത് അവിടെ വെച്ച്, അല്ലെങ്കിൽ തലേദിവസം കെടുക്കുമ്പോൾ നിങ്ങൾ എന്താണ് ഓർത്തത് അവിടെ വെച്ച്. ഇങ്ങനെയാണ് പ്രപഞ്ച സൃഷ്ടിയും. നമ്മുടെ ഇതൊരു മൈക്രോ, ഒരു മിനിയാണെന്ന് വിചാരിച്ചാൽ മതി. ഇതുപോലെ തന്നെയാണ് പ്രപഞ്ച സൃഷ്ടിയും. അല്ലാതെ സത്യയുഗം ആരംഭിക്കുന്നു, ത്രേതായുഗം ആരംഭിക്കുന്നു പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ആകെ നശിച്ച് ഹമാസിന്റെ പോലെ അവിടുത്തെ ഗാസയിലെ പോലെയെല്ലാം നശിപ്പിച്ച് നാരണക്കല്ലാക്കിയിട്ട് പുതിയൊരു യുഗമല്ല. എങ്ങനെയാണ് രാത്രി നിങ്ങൾ കിടന്നിട്ട് ആ പകലില് നേരത്തെ എഴുന്നേറ്റ് നിങ്ങളുടെ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്? യുഗം മാറിയിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾ അതുപോലെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. സജ്ജനങ്ങൾ മാത്രമേ ഉണ്ടാവും, മറ്റുള്ളവരെല്ലാം മരണത്തിലേക്കോ അല്ലെങ്കിൽ മോക്ഷത്തിലേക്കോ സമാധിയിലേക്കോ പോയിട്ടുണ്ടാവും. ഇങ്ങനെ ഞാൻ വീണ്ടും 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 പുനരാവർത്തി 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 ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അവ്യക്തോക്ഷര ഇത്യുക്ത തമാഹോ പരമാം ഗതിം യം പ്രാപ്യന നിവർത്തന്തേ തദ്ധാമ പരമം അവ. ഇപ്രകാരമായിട്ടുള്ള അക്ഷരത്തെ കുറിച്ചിട്ടും ഞാൻ പറഞ്ഞു തന്നു, ക്ഷരത്തെ കുറിച്ചിട്ടും പറഞ്ഞു തന്നു, ഭൗതിക പ്രപഞ്ചത്തെ കുറിച്ചും പറഞ്ഞു തന്നു, ആധ്യാത്മിക പ്രപഞ്ചത്തെ കുറിച്ചും പറഞ്ഞു തന്നു. ഇതിനെ പരമമായിട്ടുള്ള ഗതി എന്ന് പറയുന്നു. ആ അക്ഷരമായിട്ടുള്ള നാശരഹിതമായിട്ടുള്ള അവ്യക്തമായിട്ടുള്ള അപരമപദമാണ് പരമമായ ഗതി. യാതൊന്നിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ ഈ ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരേണ്ടത് ഇല്ലയോ, അതാണ് എൻ്റെ പരമമായ ധാമം, ഞാൻ അവിടെയാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഭഗവാന്റെ അഡ്രസ്സും ഫോൺ നമ്പറും പിൻകോഡും വാട്സപ്പ് നമ്പറും എല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നിരിക്കുന്ന ഒരു അധ്യായമാണ് ഈ 8-ാം അധ്യായം. പുരുഷസ്സ പരപ്പാർത്ത ഭക്ത്യാ ലഭ്യസ്ത്വനന്യയാ യസ്യാന്തസ്ഥാനി ഭൂതാനി യേന സർവമിദം തദം. അല്ല ഭഗവാനെ, അവിടേക്ക് എങ്ങനെ എത്തിച്ചേരാ? ശരി, അങ്ങ് പറഞ്ഞ പരമമായ സ്ഥാനമാണ്, നല്ല സ്ഥലമാണ്, പിന്നെ തിരിച്ചു വരവില്ല, അവിടെ എത്രയോ കോടിക്കണക്കിന് വർഷങ്ങളോളം താമസിക്കാം. വേണമെങ്കിൽ ആ അനുവാദം ചോദിച്ചിട്ട് നല്ല കാര്യത്തിന് വേണമെങ്കിൽ ഭൂമിയിൽ 1-2 ദിവസം നമ്മുടെ പ്രഭുപാദരും നമ്മുടെ ഗോസ്വാമിമാരും അവരൊക്കെ വന്ന പോലെ വേണമെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് വന്ന് തിരിച്ചു പോകാം. പക്ഷെ ഭഗവാന് താല്പര്യമൊന്നുമില്ല. ഭഗവാൻ അവിടെ തന്നെ നിൽക്കാനാണ്. കാരണം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മനസ്സും ബുദ്ധിയെല്ലാം മാറും. അപ്പോ യാതൊരുവന്റെ ഉള്ളിലാകുന്നുവോ സർവഭൂതങ്ങളും കുടികൊള്ളുന്നത്, യാതൊരുവനാളാണോ ഇത് മുഴുവൻ വ്യാപ്തമായിരിക്കുന്നത്, ആ പരമ ദിവ്യോത്തമ പുരുഷനായിട്ടുള്ള എന്നെ അനന്യഭക്തിയോട് കൂടിയിട്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഭഗവാന്റെ അടുത്ത പ്രസ്താവന. ഇനി പതുക്കെ പതുക്കെ നമ്മൾ ആ ഭക്തിയിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ്. ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഭഗവാൻ. അപ്പൊ ഇനി ശ്രേഷ്ഠമായിട്ടുള്ള രാജവിദ്യയിലേക്കും ഭക്തിയോഗത്തിലേക്കും ഒക്കെ നമ്മളെ മനസ്സിനെ ഇതാക്കാനായിട്ട് ഭഗവാൻ ഭക്തിയുടെ ബീജത്തെ പതുക്കെ പതുക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് എറിയുകയാണ്. എങ്ങനെയാ ലഭിക്കുക വെച്ചാൽ അനന്യമായിട്ടുള്ള ഭക്തിയിലൂടെ മാത്രമേ. അല്ലാണ്ട് വേദങ്ങളിൽ കൂടെയോ യാഗങ്ങളിൽ കൂടെയോ യജ്ഞങ്ങളിൽ കൂടെയോ കുറെ ഉപവാസം അനുഷ്ഠിച്ചത് കൊണ്ടോ കുറെ ദാനധർമാദികൾ നടത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ കുറെ നമ്മള് നേരത്തെ പറഞ്ഞിട്ടുള്ള സിദ്ധികള് അല്ലെങ്കിൽ കുറെ ശരീരത്തിനെ പീഡിപ്പിച്ചത് കൊണ്ടോ എന്നല്ല അത് കിട്ടുന്നത്. അങ്ങനെ അനന്യമായിട്ടുള്ള ഭക്തിയോട് കൂടിയിട്ട് ഭഗവാന്റെ ദാസനായിട്ട് ചെയ്യുന്നു. അർജുന 2 തരത്തിലുള്ള പോക്കും വരവുമുണ്ട്. ഒന്ന് ആ ദേവന്മാരുടെ ഭാവത്തിലൂടെ, 2 പിതൃക്കളുടെ ഭാവത്തിലൂടെ. അഗ്നിർ ജ്യോതിരഹ ശുക്ലഃ ഷണ്മാസ ഉത്തരായണം തത്ര പ്രയാത ഗച്ഛന്തി ബ്രഹ്മവിദോ ജനാഃ. അഗ്നി, ജ്യോതിസ്, അഹ, ശുക്ല, ഷണ്മാസം, ഉത്തരായണ പുണ്യകാലം എന്നീ ദേവതകളുടെ മാർഗത്തിലൂടെ മരിച്ചു പോകുന്ന ബ്രഹ്മവിത്തുക്കളായിട്ടുള്ള ജനങ്ങള് ബ്രഹ്മലോകത്തെ പ്രാപിക്കുകയും പതുക്കെ പതുക്കെ അവിടെ നിന്ന് വൈകുണ്ഠ ലോകത്തിലേക്കും എത്തുന്നു. ഇവരൊന്നും തിരിച്ചു വരാത്തവരാണ്. പക്ഷെ ആളുകൾ ഇത് തെറ്റിദ്ധരിച്ചു. ആളുകൾ വിചാരിച്ചു പകല് മരിക്കുന്നവര് അഗ്നിയിൽ മരിക്കുന്നവര് അല്ല, ആ അവരുടെ ദേവതകളെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ നേരിട്ടിട്ടുള്ള പദാർത്ഥങ്ങളെ അല്ല പറഞ്ഞിരിക്കുന്നത്. പകൽ എന്ന് പറഞ്ഞാൽ പകലിന്റെ അടിസ്ഥാന ദേവത, അഗ്നി എന്ന് പറഞ്ഞാൽ അഗ്നിയുടെ അധിഷ്ഠാന ദേവത, ഇവരെയാണ് ഉപാസിക്കുന്നത്. ഇങ്ങനെ മറ്റു ദേവതകളെയും ഉപാസിക്കുന്നവര് പതുക്കെ പതുക്കെ നേരത്തെ പറഞ്ഞുള്ള ക്രമമുക്തിയിലൂടെയും പ്രാപിക്കാറുണ്ട്. ഇല്ല എന്ന് ഞാൻ പറയണില്ല, പക്ഷെ നേരെ വാ നേരെ പോ എന്നതാണ് ഭഗവാന്റെ ഒരു ശൈലി. അപ്പൊ അതുകൊണ്ട് അങ്ങനെയും നിനക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കും. കാരണം ഭഗവത്ഗീത എല്ലാവർക്കും വേണ്ടി എഴുതി വെച്ചതാണ്, നമ്മുടെ വൈഷ്ണവ ബന്ധുക്കളായിട്ടുള്ള ഇസ്കോൺ ഡിവോട്ടീസിന് മാത്രമല്ല. അതുകൊണ്ട് എല്ലാവർക്കും, ലോകത്തിലെ സമസ്ത ജനങ്ങൾക്കും വേണ്ടിയിട്ട് എഴുതി വെച്ചതാണ്. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ അത് ആരെയും വെറുപ്പിക്കാനായിട്ട് ഉദ്ദേശിച്ചില്ല. അതുകൊണ്ടാണ് ആ ശൈവരും ശാക്തേയരും സൗരരും ഗാണപത്യരും എല്ലാവരും ഭഗവത്ഗീതയെ സ്നേഹിക്കുന്നത്. ഇനി വേറൊരു തരത്തിലുണ്ട്, തിരിച്ചുവരവുള്ള ഒരു ലോകമുണ്ട് അർജുന. ധൂമോ രാത്രിസ്തദാ കൃഷ്ണ ഷണ്മാസാ ദക്ഷിണായനം തത്ര ചാന്ദ്രമസം ജ്യോതിർ യോഗി പ്രാപ്യ നിവർത്തതേ. പുകയുള്ള സമയത്ത്, രാത്രി, കറുത്തപക്ഷത്ത്, ദക്ഷിണായന പുണ്യകാലത്ത് ഇങ്ങനെയുള്ള ദേവതകളുടെ മാർഗത്തിലൂടെ പോകുന്ന യോഗി ചന്ദ്രലോകത്തിലെ പിതൃലോകത്തിലേക്കും പോയിട്ട് വീണ്ടും ഈ ഭൂമിയിൽ വന്ന് പുനർജനിക്കുന്നു പറഞ്ഞു. അപ്പൊ അർജുനൻ ചോദിച്ചു, അല്ല ഇതിലെ ഏതാ പ്രയോജനം, ഞാൻ എന്താ ചെയ്യേണ്ടത് യഥാർത്ഥത്തില്?
ആളുകളൊക്കെ പറയുന്നു, എന്റെ ഗുരുവൊക്കെ എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് നീ സ്വാധ്യായം ചെയ്യൂ, വേദപഠനം ചെയ്യൂ, യജ്ഞങ്ങൾ ചെയ്യൂ, ഹോമങ്ങൾ ചെയ്യൂ, ദാനധർമാദികൾ ചെയ്യൂ, അതൊക്കെയല്ലേ ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു ശരിയാണ്, അതെല്ലാം ചെയ്യണം. പക്ഷെ അർജുന, ഞാൻ പറഞ്ഞിട്ടുള്ള എന്നെ സ്മരിച്ചുകൊണ്ട് ഈശ്വരാർപ്പണ ഭാവത്തില് സ്വധർമ്മമെല്ലാം ആചരിക്കുന്ന ഒരു വ്യക്തിയുണ്ടല്ലോ, ഒരു പരിശുദ്ധ ഭക്തനുണ്ടല്ലോ, അവൻ ഇതിനെയെല്ലാം അതിക്രമിക്കുന്നു. വേദേഷു യജ്ഞേഷു തപസ്സു ചൈവ ദാനേഷു യത് പുണ്യഫലം പ്രതിഷ്ഠം അത്യേതി തത്സർവമിദം വിദിത്വാ യോഗി പരം സ്ഥാനമുപൈതി ചാദ്യം. അർജുന, വേദങ്ങള് സ്വാധ്യായം കൊണ്ട് 1 വർഷം മുഴുവൻ നീ വേദാധ്യയനം ചെയ്യുന്ന ആ ഗുണമുണ്ടല്ലോ, ആ ഫലമുണ്ടല്ലോ, ആ പുണ്യമുണ്ടല്ലോ, നിനക്ക് ഈ ഭഗവത് ഭക്തിയുടെ സേവനം ചെയ്തു കഴിഞ്ഞാൽ കിട്ടും. 1 വർഷം നീ തപസ്യകൾ അനുഷ്ഠിച്ചുകൊണ്ട് വനങ്ങളിലോ വനാന്തരങ്ങളിലോ പോയിട്ട് തപസ്യകൾ അനുഷ്ഠിച്ച് ചെയ്യാവുന്ന ആ പുണ്യമെല്ലാം നിനക്ക് വെറും നാമജപം കൊണ്ട് എന്നെ സ്മരിച്ചു കഴിഞ്ഞാൽ കിട്ടും. അതുപോലെ തന്നെ ദാനധർമാദികള്, ഗോക്കളെയും അല്ലെങ്കിൽ കുളങ്ങൾ നിർമ്മിക്കുക, കിണറുകൾ നിർമ്മിക്കുക, അന്നദാനം, വസ്ത്രദാനം, ജലദാനം, അല്ലെങ്കിൽ വൃക്ഷദാനം, അവയവദാനം, രക്തദാനം, എന്ത് ദാനം ചെയ്താലും ആ കിട്ടുന്ന ഒരു പുണ്യമുണ്ടല്ലോ, അതെല്ലാം ഭഗവത് ഭക്തിയുത സേവനം ചെല്ലും. അല്ല, 3ഉം കൂടിയിട്ട് കിട്ടും. അത്യേതി സത്സർവമിതം വിദിത്വാ, ഇത് 3ഉം കൂടിയാൽ കിട്ടുന്ന പുണ്യമുണ്ടല്ലോ, അതും ഈ ഒരൊറ്റ ഭഗവത് ഭക്തിയുത സേവനം കൊണ്ട് കിട്ടും. അർജുന, നീ മനസ്സിലാക്കൂ, ആ പരമമായിട്ടുള്ള സ്ഥാനത്തെ പ്രാപിക്കുവാനായിട്ട് നീ ഒരുങ്ങൂ, നീ ശുദ്ധഭക്തനാവൂ, സ്വധർമ്മത്തെ ആചരിക്കൂ. അങ്ങനെ നീ സർവകർമ്മ ഫലങ്ങളും വെടിഞ്ഞ് ആസക്തിരഹിതനായിട്ട് അനാസക്തിയോട് കൂടിയിട്ട് നീ കർമ്മമെല്ലാം ചെയ്തിട്ട് എന്റെ അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് ഈ അധ്യായം ഉപസംഹരിക്കുകയാണ്. 28-ാം ശ്ലോകങ്ങളെടുത്ത ഓം തത്സത് ഇത് ശ്രീ മഹാഭാരതേ ശതസാഹിസ്ര്യാം സംഹിതായാം വയ്യാംസിക്യാം ഭീഷ്മപർവണേ ശ്രീമദ് ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ അക്ഷരബ്രഹ്മയോഗോ നാമ 8-മോധ്യായ. പരമപദപ്രാപ്തി എന്ന പേരുണ്ട്, താരക ബ്രഹ്മയോഗം എന്ന പേരുണ്ട്, അക്ഷരബ്രഹ്മയോഗം എന്ന പേരുണ്ട്. 3 പേരുകളിലാണ് ഈ അധ്യായം അറിയപ്പെടുന്നത്. അങ്ങനെ ഈ അധ്യായം അവസാനിച്ചു. വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് അർജുനനെ പോലെ കേട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങള്. എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ, ശ്രീ പത്മനാഭസ്വാമിയും അനുഗ്രഹിക്കട്ടെ. ഹരേ